ചേരം വെടിവട്ടായിട്ട് കൂടുന്നു. എന്തായാലും അതിന് തെരഞ്ഞെടുത്ത വിഷയം അത്യന്തം ഗഹനമാണ്. കാരണം വേദവ്യാസനെ കുറിച്ച് എന്താ പറയുക എന്നറിയില്ല. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം എന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. വ്യാസൻ ഉച്ഛിഷ്ടമാക്കിയിട്ടുള്ളതേ ഈ ലോകത്തിലുള്ളൂ. അതായത് വ്യാസൻ തൊടാത്തതായി ഒരു വസ്തുവില്ല. എല്ലാ വസ്തുക്കളെ കുറിച്ചും വ്യാസൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മഹാഭാരതത്തിന്റെ മഹത്വത്തെ വ്യക്തമാക്കിക്കൊണ്ട് മഹാഭാരതത്തിൽ യതിഹാസ്തി തത് അന്യത്ര എന്ന ഇഹാസ്തി ന തത് ക്വചിത് എന്നുള്ളതായ ഒരു വാക്യത്തിലൂടെ അതിന്റെ ഗരിമയെക്കുറിച്ച് മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ളത് എല്ലാം മഹാഭാരതത്തിലുണ്ട്, ഇതിലില്ലാത്തത് മറ്റൊരിടത്തുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ മഹാഭാരത കൃത്തായിട്ടുള്ള വേദവ്യാസൻ തൻ്റെ അനുഭവം നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിലേക്ക് സ്വന്തം ജീവിതത്തെ ഒരു വഴികാട്ടിയായിക്കൊണ്ട് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, വ്യാസൻ പറഞ്ഞതായ ആ മഹാഭാരതത്തില് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് കാര്യം ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്നുള്ളത്. ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ഒരു കർത്തവ്യമാണ്, കടമയാണ് എന്ന് നമ്മളെ അടിവരയിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ് വേദവ്യാസാചാര്യൻ ചെയ്തത്. അദ്ദേഹം സ്വയം അത് നേടിയെടുക്കുകയല്ല ചെയ്തത്, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലൂടെ അത് കണ്ടെത്തുകയാണ് ചെയ്തത്. അങ്ങനെ അച്ഛനിൽ നിന്നും മുത്തശ്ശനിൽ നിന്നും മുതുമുത്തശ്ശനിൽ നിന്നും എന്തിനാ തുടക്കം മഹാവിഷ്ണുവിൽ നിന്നാണ്. ആ മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി, ബ്രഹ്മാവിൽ നിന്ന് ശക്തി ഉണ്ടായി, ശക്തിയിൽ നിന്ന് പരാശരൻ ഉണ്ടായി, പരാശരനിൽ നിന്നാണ് വ്യാസന്റെ ഉൽപ്പത്തി. അപ്പൊ മഹാവിഷ്ണുവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. ഇനി അതല്ല, മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസൻ എന്ന് പല ദിക്കിലും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ദിക്കില് പറയുന്നുണ്ട്, ആ ചതുർവദനോ ബ്രഹ്മ ദ്വിബാഹു അപരോ ഹരി അഭാലലോചന ശംഭു ഭഗവാൻ ബാദരായണ. ബാദരായണൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ. അദ്ദേഹം ആ ചതുർവദനോ ബ്രഹ്മ, 4 മുഖമില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു മുഖയുള്ളൂ എങ്കിലും ആ ബ്രഹ്മാവ് തന്നെയാണ് വേദവ്യാസൻ. ദ്വിബാഹു വിഷ്ണുവിന് 4 കൈയുണ്ട്, പക്ഷെ ഇവിടെ 2 കൈയേ ഉള്ളൂ. ദ്വിബാഹു ആണെങ്കിലും ഹരി തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസൻ. അഭാലലോചന ശംഭു, നെറ്റിയില് 3-ാം കണ്ണുള്ളതായ മഹാദേവൻ, അതും ഈ വ്യാസൻ തന്നെയാണ്. ഭഗവാൻ ബാദരായണ. അങ്ങനെ ഐശ്വര്യത്തിൻ്റെതായ പ്രതീകം, ആ 6 ഗുണങ്ങൾ തിങ്ങിയതായ ഭഗവത് സ്വരൂപം തന്നെയാണ് വേദവ്യാസനായിട്ട് അവതരിച്ചത്. പുരാണങ്ങളിൽ പറയുന്നുണ്ട്, മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് വേദവ്യാസനെ കണക്കാക്കുന്നത്. അപ്പൊ മഹാവിഷ്ണു തന്നെയാണ് വേദവ്യാസനായിട്ട് അവതരിച്ച വേദങ്ങളെ 4ആയിട്ട് പകുത്തു നൽകിയത് എന്നുള്ളതായ ചരിത്രവും നമുക്ക് പുരാണങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ആ വ്യാസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം നടത്തിയതായ അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇത്ര അധികം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരാളില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പകർന്നു വച്ചതായ ഒരു മഹാത്മാവാണ് വേദവ്യാസൻ. അദ്ദേഹം ചെയ്തതുപോലെ പണ്ട് ആരോ പറഞ്ഞില്ലേ, ഈ മഹാഭാരതത്തെ മലയാളത്തിലേക്ക് നമ്മുടെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തർജ്ജമ ചെയ്തപ്പോ പറഞ്ഞു, ഇത് ഈ മഹാഭാരതം ഒരു സൃഷ്ടിയല്ല, ജയമെന്നും ഭാരതമെന്നും മഹാഭാരതമെന്നും 3ആയിട്ട് അതിന്റെ വളർച്ചയുണ്ട്. ആദ്യം 8800 ശ്ലോകങ്ങളെ ഉണ്ടായുള്ളൂ, അപ്പൊ അതിന് ജയം എന്നായിരുന്നു പേര്. പിന്നെ 24,000 ശ്ലോകങ്ങൾ ഉണ്ടായപ്പോ അതിന് ഭാരതം എന്ന് വന്നു. പിന്നെ കുറേ ഉപാഖ്യാനങ്ങളോടും
അതേപോലെ മറ്റ് ചരിത്രങ്ങളോടും കൂടി വർണ്ണിച്ചപ്പോ, ഗാഥകളും മറ്റെല്ലാം ചേർത്തപ്പോ അതിന് മഹാഭാരതം എന്നുള്ള പേര് കിട്ടി. അങ്ങനെ മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതമിഷ്യത്തെ, മഹത്വം കൊണ്ടും ഭാരവും കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നതായ ആ മഹാഭാരത കൃത്ത് സാക്ഷാൽ വേദവ്യാസൻ ലോകത്തിന് പകർന്നു നൽകിയതായ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈ വിഷയത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വ്യാസനിലേക്ക് ഒരു യാത്ര എന്നുള്ളതാണ്. എന്താണ് വ്യാസൻ, ആരാണ് വ്യാസൻ എന്നുള്ളതായ ആ വിഷയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, PK വ്യാസൻ നിനക്കെതിരെ കേസ് കൊടുക്കും. വ്യാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദവ്യാസൻ എന്ന് പേര് കൊടുക്കാത്തത് കൊണ്ട് വ്യാസൻ എന്നുള്ള പേരല്ലേ നൽകിയിട്ടുള്ളൂ, അത് PK വ്യാസനാണ്, അദ്ദേഹം നിനക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ളത്. വ്യാസ ശബ്ദത്തിന് വ്യസിക്കണ ആള്, വേർതിരിച്ച് കാണിച്ചു കൊടുക്കണ ആള് എന്ന അർത്ഥത്തിലാണ് വ്യാസൻ എന്നുള്ളതായ ശബ്ദം നൽകിയിരിക്കുന്നത്. ഒന്നായിരുന്ന വേദത്തെ നാലായിട്ട് നമ്മുടെ മുമ്പിൽ പകുത്തു നൽകി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ വേദങ്ങൾ 4 ഉണ്ട്. അത് വേണ്ട രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് 6 വേദാംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ് എന്നുള്ളതായ 6 വേദാംഗങ്ങൾ, അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാലേ വേദത്തിന്റെ താല്പര്യം എന്താ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒന്നായിരുന്ന വേദത്തെ, അതിലുള്ളതായ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 4ആയിട്ട് അദ്ദേഹം വിഭജിച്ചു നൽകി. സ്തുതിപരമായിട്ടുള്ള മന്ത്രങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഋഗ്വേദം എന്നുള്ളതായ ഒരു വേദശാഖ അദ്ദേഹം ഉണ്ടാക്കി. അതേപോലെ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് യജുർവേദം, യാഗാദികള ഹോമാദികളെല്ലാം അതിൻ്റെ വിഷയങ്ങളായിട്ട് യജുർവേദമായിട്ട് അവിടെ അദ്ദേഹം സ്വരൂപിച്ചു. അതിനുശേഷം പാടിപ്പുകഴ്ത്തേണ്ടതായ വിഷയത്തെ മുഴുവനും സംഗ്രഹിച്ചുകൊണ്ട് സാമവേദം എന്ന രീതിയിൽ അദ്ദേഹം രൂപാന്തരം നൽകി. അതിന് മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയെല്ലാം തന്നെ അഥർവവേദത്തിലേക്കും ചേർത്തു. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ വിഭിന്ന ഭാവങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ വേദവിഭജനം എന്നുള്ളത്. വേദത്തില് പണ്ടാരോ പറയേണ്ടായിട്ടുണ്ട്, ഏകദേശം 1,00,000 മന്ത്രങ്ങളുണ്ട്. മഹാഭാരതത്തിലും 1,00,000-ഓളം ഹരിവംശം ഒഴിച്ചു വിട്ടു കഴിഞ്ഞാൽ 1,00,000 ചൊല്ലാനും ശ്ലോകങ്ങളാണ് ഉള്ളത്. വേദത്തിലും 1,00,000 മന്ത്രങ്ങളാണ് ഉള്ളത്. അതില് 80,000 മന്ത്രങ്ങള് കർമ്മകാണ്ഡ പ്രധാനമായിട്ടുള്ളതാണ്. അതേപോലെ 16,000 മന്ത്രങ്ങള് ഉപാസന പ്രാധാന്യമുള്ളതാണ്. കേവലം 4,000 മന്ത്രങ്ങളാണ് ജ്ഞാനപ്രധാനമായിട്ടുള്ളത്. അതായത് വേദത്തെ കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഉപാസനാകാന്ഡം എന്നിങ്ങനെ തരംതിരിക്കുന്നു. അപ്പോ ആ മന്ത്രങ്ങള് 80,000 കർമ്മകാണ്ഡത്തില്, 16,000 ഉപാസനാകാന്ഡത്തില്, 4,000 ജ്ഞാനകാന്ഡത്തില് എന്നിങ്ങനെ ഒരു തരംതിരിവ് അവിടെ നമുക്ക് പണ്ഡിതന്മാര് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ വേദത്തിന്റെ താല്പര്യം എന്താണ്? ആ താല്പര്യം അനുസരിച്ച് വേണമല്ലോ അതിനെ വ്യാഖ്യാനിക്കാൻ. ഓരോരുത്തരും നോക്കിക്കാണുന്നത് ഭിന്ന രുചിരിഹി ലോകാഹ, ലോകത്തിലെ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് അനുസരിച്ച് വേദത്തെ ഓരോരുത്തരും നോക്കിക്കണ്ടു. സ്വയംഭുവമനു ഈ വേദത്തെ നോക്കിക്കണ്ടപ്പോ അദ്ദേഹത്തിന് പ്രാധാന്യം തോന്നിയത് ധർമ്മത്തിനാണ്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള വ്യാഖ്യാനം അദ്ദേഹം സ്മൃതിയിലൂടെ അദ്ദേഹം നൽകി. ബൃഹസ്പതി എന്ന ആചാര്യൻ, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അർത്ഥപരമായി വേദത്തെ വ്യാഖ്യാനിച്ചു. നന്ദികേശ്വരൻ കാമപരമായി അതിനെ വ്യാഖ്യാനിച്ചു. ബാദരായണൻ അഥവാ വേദവ്യാസനാണ് മോക്ഷപരമായി അതിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെ അദ്ദേഹം എഴുതിയ ഒന്നാണ് ബ്രഹ്മസൂത്രങ്ങൾ എന്നുള്ളത്. പിന്നെ ജൈമിനി എന്നു പേരായിട്ടുള്ള വേദവ്യാസന്റെ ശിഷ്യൻ, അദ്ദേഹം
സ്വർഗപരമായിട്ട് ഈ വേദത്തെ വ്യാഖ്യാനിച്ചു. സ്വർഗകാമോ യജേതാം എന്നൊക്കെയാണ് വേദത്തിന്റെ താല്പര്യം എന്നുള്ള രീതിയിൽ ധർമ്മത്തെ ചോദനാലക്ഷണോ അർത്ഥോ ധർമ്മ പ്രചോദിപ്പിക്കുന്നതായ ആ വിഷയം, നല്ല കർമ്മം ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന ധാർമ്മിക ഭാവനയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സ്വർഗപരമായിട്ട് ഈ വൈദിക താല്പര്യത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു. ധന്വന്തരിയായിട്ട് അവതരിപ്പിച്ചപ്പോ അദ്ദേഹം ഇതിനെ ചികിത്സാപരമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. നമുക്ക് കാണാൻ സാധിക്കും, അഥർവവേദത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂത്രകൃച്ഛ്രം എന്നുള്ളതായ ഒരു രോഗത്തെ വെച്ചുകൊണ്ടാണ്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ചിന്തയാണ് അവിടെ. അപ്പൊ അതിനെ ചികിത്സാപരമായിട്ട് ധന്വന്തരി വ്യാഖ്യാനിച്ചു. ഇങ്ങനെ പലരും പല രീതിയിൽ ഈ വേദത്തെ വരച്ചു കാണിച്ചു തരുന്നു. അത് മാത്രല്ല, ഈ വേദങ്ങളിൽ തന്നെ ഈ ശിഷ്യ പ്രശിഷ്യ പരമ്പരകൾ ഉണ്ടായപ്പോ അതിന് ധാരാളം ശാഖകൾ ഉണ്ടായി. അങ്ങനെ ഈ അറിവിനെ വ്യസിച്ചു, അങ്ങനെ വിസ്തരിച്ചു എന്ന അർത്ഥത്തിലാണ് വ്യാസൻ എന്നുള്ളതായ പേര്. ജ്ഞാനത്തെ വിസ്തരിച്ച ആള്, അറിവിനെ വിസ്തരിച്ച ആള് എന്ന അർത്ഥത്തിലാണ് വ്യാസൻ എന്നുള്ളത്. അപ്പൊ വേദം ഒന്നായിരുന്ന വേദത്തെ പലതാക്കി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വിസ്തരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേര് വേദവ്യാസൻ എന്നായി. ഋഗ്വേദത്തിന് 24 ശാഖകളുണ്ട് എന്ന് പറയുന്നുണ്ട്. യജുർവേദത്തിന് 101 ശാഖകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് പറഞ്ഞു കൊടുക്കുന്ന ആ ഋഷിമാരുടെ പരമ്പര അനുസരിച്ച് ഓരോരോ ശാഖകളായിട്ട് മാറുന്നു. അപ്പൊ യജുർവേദത്തിന് 101 ശാഖകള്, സാമവേദത്തിന് 1000 ശാഖകള്, അഥർവവേദത്തിന് 9 ശാഖകള് എന്നിങ്ങനെ അനവധി ശാഖകള് ഈ വേദങ്ങൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ശാഖ ഉപശാഖകളായിട്ട് തരംതിരിഞ്ഞ് വേദത്തെ ഇത്രയും വിപുലമാക്കി തീർത്തത് വേദവ്യാസനാണ്. അതുകൊണ്ട് ആ വേദവ്യാസനായിക്കൊണ്ട് നമസ്കാരം. വേദവ്യസിതനാഥായ പരാശരസുതായ ച സുഖായാനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമഃ. ആ അറിവിനെ നമുക്ക് പകർന്നു തന്ന ആചാര്യനെ നമസ്കരിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കാൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ അജ്ഞാനം എല്ലാം കളഞ്ഞ് ജ്ഞാനത്തെ പകർന്നു നൽകിയതായ പരമഗുരുവാണ് വേദവ്യാസൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യാസന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വെച്ചാൽ, ശങ്കരാചാര്യര് പോലും അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതണ്ട വന്നു എന്നുള്ളതാണ്. കാരണം വേദവ്യാസന്റെ ആ അർത്ഥത്തിന്റെ മഹത്വം എത്രയുണ്ട്. ഓരോരുത്തരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി. ശങ്കരാചാര്യർക്കും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പണ്ടുള്ള പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്തായാലും അദ്ദേഹം ഈ ലോകത്തിന്റെ മുമ്പില് വേദത്തെ വ്യസിച്ചുകൊണ്ട് വിസ്തരിച്ചുകൊണ്ട് വേദവ്യാസനായി മാറി എന്നുള്ളതായ അദ്ദേഹത്തെ കുറിച്ച് ഗീതയില്, അദ്ദേഹം എഴുതിയതായ മഹാഭാരതത്തിൽ തന്നെ ഒരു ഭാഗമാണ് ഗീത. ആ ഗീതയില് വിഭൂതിയോഗം പറയണിടത്ത് ഭഗവാൻ പറയുന്നുണ്ട്, മുനീനാമപ്യഹം വ്യാസ. മുനിമാരിൽ വച്ച ആരാണ് ഞാൻ എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ പറയും വേദവ്യാസനാണ് ഞാൻ എന്നുള്ളത്. ഇനി അതിൽ തന്നെ 550 പേരായിട്ട് കൃഷ്ണൻ എന്നുള്ളതായ ഒരു പേര് അവിടെ എടുത്ത് പറയുന്നുണ്ട് സഹസ്രനാമത്തില്. അപ്പൊ ആ കൃഷ്ണ ശബ്ദത്തിന് ശങ്കരാചാര്യസ്വാമികള് നൽകിയ വ്യാഖ്യാനം അതെന്താ വെച്ചാ, അത് കൃഷ്ണദ്വൈപായനൻ ആ അവതാരത്തെ കുറിച്ചിട്ടാണ് പറയണത്. അതിൽ നിന്നിട്ട് അദ്ദേഹം ഒരു ശ്ലോകം അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. കൃഷ്ണം ദ്വൈപായനം വ്യാസം വിദ്ധി നാരായണം വിഭും ഓഹ്യന്യ പുണ്ടരീകാക്ഷാൽ
മഹാഭാരതകൃൽ ഭവേത. ദ്വൈപായനനായ കൃഷ്ണനാണ് വേദവ്യാസൻ. ആ വേദവ്യാസൻ സാക്ഷാൽ വിഭുവായ നാരായണനാണ്. എല്ലാ ദിക്കിലും വ്യാപിച്ചു നിൽക്കുന്നതായ നാരായണൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് ഈ വേദവ്യാസൻ. അല്ലെങ്കിൽ കോഹ്യന്യ പുണ്ടരീകാക്ഷാത, പുണ്ടരീക താമരക്കണ്ണനായിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് മറ്റാർക്കാണ് ഈ മഹാഭാരതം എഴുതാൻ പറ്റുക എന്ന് ചോദിച്ചുകൊണ്ട് മഹാഭാരത കർത്തൃത്വം പേറുന്നതായ വേദവ്യാസനെ ഇതാ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാക്കിക്കൊണ്ട് ശങ്കരാചാര്യ സ്വാമികള് വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വേദവ്യാസൻ അദ്ദേഹം വേദങ്ങളുടെ അർത്ഥം ഓരോരുത്തരും അവരവരുടെ സ്വകപോല കൽപ്പിതമായിട്ട് വ്യാഖ്യാനിച്ചപ്പോ ചിലവര് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, എന്താ മീമാംസാപരമായിട്ട്, ചിലവര് അർത്ഥപരമായി, ചിലവര് കാമപരമായിട്ടെല്ലാം ഇതിനെ വ്യാഖ്യാനിച്ചപ്പോ യഥാർത്ഥത്തിലുള്ള വേദത്തിന്റെ താല്പര്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 555 സൂത്രങ്ങളുള്ളതായ 4 അധ്യായങ്ങളുള്ളതായ പ്രത്യധ്യായം 4 പാദങ്ങൾ 16 പാദങ്ങളുള്ളതായ ബ്രഹ്മസൂത്രം അദ്ദേഹം എഴുതി. സമന്വയം, അവിരോധം, സാധനം, ഫലം എന്നിങ്ങനെ 4 അധ്യായത്തില്, ഓരോരോ അധ്യായത്തില് 4 പാദങ്ങളുണ്ട്. ആ പാദങ്ങളില് ഓരോരോ അധികരണങ്ങളിലൂടെ ഈ വേദവാക്യങ്ങളുടെ താല്പര്യം സാക്ഷാൽ ഈശ്വരനില് ബ്രഹ്മത്തിൽ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ യുക്തിപൂർവമായിട്ടുള്ള വിചാരമാണ് ബ്രഹ്മസൂത്രത്തിലൂടെ വേദവ്യാസൻ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോന്നിനും കുറെ അധികരണങ്ങളുണ്ട്. അപ്പോ ഒരു വിഷയമുണ്ട്, അതിൽ സംശയമുണ്ട്, അതിൽ പൂർവപക്ഷമുണ്ട്, അതിന് ഉത്തരപക്ഷമുണ്ട്, സിദ്ധാന്തം എന്താന്ന് പറയുന്നു. ഇങ്ങനെ 5 ഘടകങ്ങളാണ് ഓരോരോ അധികരണത്തിലും ഉള്ളത്. വിഷയം എന്താ വെച്ചാൽ ഒരു വേദവാക്യാണ്. ഈ വേദവാക്യത്തിന്റെ താല്പര്യം ലൗകികമായിട്ട്, അല്ലെങ്കിൽ സാഖ്യന്മാര് പറയുന്ന പ്രധാനമാണ് ജഗൽക്കാരണം, അണുവാണ് ജഗൽക്കാരണം. അപ്പോ മറ്റ് ഓരോരോ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞ് ഉണ്ടാകുന്ന ആ സംശയങ്ങൾ അവിടെ പൂർവപക്ഷമായിട്ട് അവതരിപ്പിക്കുന്നു. ഇതല്ല ശരി എന്ന് പറഞ്ഞ ആ പക്ഷത്തെ നിരാകരിച്ചുകൊണ്ട് സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്ന തരത്തിലാണ് ബ്രഹ്മസൂത്രം ഉള്ളത്. ആ ബ്രഹ്മസൂത്രം വേദവ്യാസൻ എഴുതിയതാണ്. ബാദരായണൻ എന്ന് അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്. അദ്ദേഹത്തിന് അനവധി പേരുണ്ട്. കറുത്ത നിറമുള്ളത് കൊണ്ട് കൃഷ്ണൻ എന്നുള്ളതായ പേര്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഇട്ട പേര് കൃഷ്ണൻ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്നുള്ളതായ പേരുണ്ടായി. വേദത്തെ വ്യസിച്ചതുകൊണ്ട് വ്യാസൻ എന്നുള്ളതായ പേരുണ്ടായി. അതേപോലെ ഒരു കന്യയിൽ ജനിച്ചതുകൊണ്ട് കാനീനൻ എന്നുള്ളതായ പേരുണ്ടായി. അപ്പൊ അങ്ങനെ അനവധി പേരുകള് എന്താ വേദവ്യാസന്, സത്യവതി സുതൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി പേരുകൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചും ജന്മത്തിനനുസരിച്ചും അനവധി പേരുകൾ ഉണ്ടാവുന്നത് പോലെ വേദവ്യാസനും അനവധി പേരുകളുണ്ട്. അപ്പോ ഈ വ്യാസൻ തന്നെ അനവധിയാണ് എന്ന് ഓരോരോ യുഗത്തിലും വ്യാസന്മാര് ഉണ്ടാവുന്നുണ്ട്. വെട്ടമാണി അദ്ദേഹത്തിന്റെ ആ പുരാണിക് എൻസൈക്ലോപീഡിയ എന്നുള്ളതായ ഗ്രന്ഥത്തില് ഈ പുരാണത്തിൽ പറഞ്ഞ ഈ വ്യാസന്മാരെ, വേദത്തെ വ്യസിക്കുക ചെയ്ത ആൾ തന്നെയാണ്, എന്തായാലും വ്യാസന്മാരെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 28ാമത്തെ ആളാണ് ഈ ബാദരായണ അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനനായ വ്യാസൻ ആയിട്ട് പറയണത്. ആദ്യം ബ്രഹ്മാവ്, പിന്നെ പ്രജാപതി, 3ാമത്തെ വ്യാസൻ ശുക്രാചാര്യരാണ്, 4ാമത്തെ വ്യാസൻ ബൃഹസ്പതിയാണ്, 5ാമത്തെ സൂര്യൻ, 6ാമത്തെ ധർമ്മൻ, 7ാമത്തെ ഇന്ദ്രൻ, 8ാമത്തെ വസിഷ്ഠൻ, അങ്ങനെ സാരസ്വതൻ, ത്രിധാമാവ, ത്രിശിഖൻ, ഭരദ്വാജൻ, അന്തരിക്ഷൻ, വർണി, ത്രയ്യാരുണി, ധനഞ്ജയൻ, ക്രതുഞ്ജയൻ, ജയൻ, ഭരദ്വാജൻ, ഗൗതമൻ, ഹര്യാത്മാവ്, വാജശ്രവസ്, തൃണബിന്ദു, വാത്മീകി
അഥവാ ഋക്ഷൻ, ശക്തി, പരാശരൻ, ജാതൂകർണൻ, അത് കഴിഞ്ഞിട്ട് പരാശരപുത്രനായിരിക്കുന്ന കൃഷ്ണദ്വൈപായനൻ എന്ന 28ാമത്തെ വ്യാസനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഉണ്ടാവുമ്പോ അവിടെയും ഒരു വ്യാസനുണ്ട്. അത് വേറെ ആരുമല്ല, ദ്രോണരുടെ പുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവാണ് എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. എന്തായാലും അനവധി വ്യാസന്മാരുണ്ട്. നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ച എത്രയോ അധ്യാപകരുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ അറിവിനെ നമ്മുടെ മുമ്പിലേക്ക് വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ 2 തരത്തിലാണ് ഈ പഠിപ്പിക്കുക എന്ന് പറയാ. ഒന്ന് ചുരുക്കി പറയുക, ഒന്ന് പരത്തി പറയുക. ഒന്ന് വിസ്തരിക്കുക, ഒന്ന് സംഗ്രഹിക്കുക എന്നുള്ളത്. അതിന് പറയുന്ന വിധിയാണ് സമാസവിധി, വ്യാസവിധി എന്നാണ് അതിന് പേര്. കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ, ചുരുക്കി പറയുമ്പോൾ അതിന് സമാസവിധി എന്നും, വിസ്തരിച്ച് പറയുമ്പോൾ അതിനെ വ്യാസവിധി എന്നും പറയുന്നു. അപ്പോൾ ഈ വിസ്താരം ചെയ്യുന്നവരെല്ലാവരും വ്യാസനാണ്. അപ്പോൾ വെറും PK വ്യാസൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവിനെ വിസ്തരിക്കാനുള്ള കഴിവുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും വ്യാസന്മാര് തന്നെയാണ്. അപ്പൊ 4ആയിട്ട് പകുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈഷധത്തിൽ പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയ അറിവിനെ 4ആയിട്ട് അവിടെ ആചരിക്കണം എന്നുള്ളത്. അധീതി, ബോധം, ആചരണം, പ്രചാരണം. 4 മാർഗങ്ങളാണ്. അധീതി അധ്യയനം ചെയ്യുക, ബോധം അത് മനസ്സിലാക്കുക, ഇനിയോ അത് ആചരണം സ്വന്തം ജീവിതത്തിൽ അത് അനുവർത്തിക്കുക, പിന്നെയോ 4ാമത്തത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇങ്ങനെ അറിവിന്റെ 4 ഘടകങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട്, വ്യസിക്കുന്നുണ്ട്, വിസ്തരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യാസനാണ്, വേദവ്യാസന്മാരാണ് എന്നുള്ളൊരു അഭിമാനം നമുക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കണം. എന്തായാലും ആ വേദവ്യാസൻ നേരത്തെ പറഞ്ഞു, വേദത്തെ 4ആയിട്ട് വിഭജിച്ചു. ആ വൈദികമായ വാക്യങ്ങളുടെ താല്പര്യം പരബ്രഹ്മത്തിൽ തന്നെയാണ് എന്ന് ബോധിപ്പിക്കാൻ ബ്രഹ്മസൂത്രം എഴുതി എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം ബ്രഹ്മസൂത്രത്തെ എഴുതിയപ്പോ മഹാവിഷ്ണു ചെന്ന് ചോദിച്ചു അത്രേ, അങ്ങനെ ഈ വാദപ്രതിവാദത്തോടു കൂടിയിട്ട് ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ അതില് ഈ നിഷ്കർഷ മുഴുവനും പ്രതിവാദികളെ എതിർക്കണവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ ജ്ഞാനത്തിലേക്ക് ഒരു ഒഴുക്കുണ്ടാവണില്ല. അപ്പൊ ആ ജ്ഞാനം തത്വം അറിയാൻ മാത്രമായിട്ട് ഒരു സൂത്രങ്ങൾ എഴുതൂ എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം വീണ്ടും ഇതേപോലെ തന്നെ 4 അധ്യായങ്ങളില് 16 പാദങ്ങളില് അദ്ദേഹം വേറൊരു സൂത്രം എഴുതി. അതിനെയാണ് സിദ്ധാന്ത ദർശനം, സിദ്ധാന്ത സൂത്രം, ഭിക്ഷുസൂത്രം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ആനന്ദാശ്രമത്തിൽ നിന്ന് അത് പ്രസിദ്ധീകരിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ, വാദി പ്രതിവാദികളെ കുറിച്ച് പ്രതിപാദനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ബ്രഹ്മസൂത്രം. തത്വബുഭുത്സയോട് കൂടിയിട്ട് തത്വത്തെക്കുറിച്ച് മാത്രം അറിയാൻ വേണ്ടിയിട്ട് പ്രതിപാദിക്കുന്ന സൂത്രമാണ്. വിഷയം മാത്രം, അവിടെ പ്രതിവാദങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൂത്രമാണ് ഭിക്ഷുസൂത്രം എന്നുള്ളത്. ഇത് വേദവ്യാസന്റെ മറ്റൊരു കൃതിയാണ്. പിന്നെ അദ്ദേഹം ഈ വൈദികമായ അർത്ഥം അത് സാധാരണക്കാരനിലേക്ക് എത്തണില്ല എന്ന് കണ്ടപ്പോ, 4ആയിട്ട് പകുത്തിട്ടും അത് സാധാരണക്കാരനിലേക്ക് എത്തണില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം ഇതിന്റെ താല്പര്യം മുഴുവനും സംഗ്രഹിച്ചുകൊണ്ട് മഹാഭാരതം എഴുതി. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4മാണ് പുരുഷാർത്ഥങ്ങള്. ഒരു മനുഷ്യനായാൽ ഇത് 4 നേടിയെടുക്കണം. ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം, മോക്ഷം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം. ധാർമ്മികമായ ചര്യ ഉണ്ടാവണം, അതിന് സമ്പത്തുണ്ടാവണം, അതേപോലെ മോഹങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം നിവർത്തിച്ച് മോക്ഷം നേടാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഒരു പുരുഷനായാൽ ഇത് 4ഉം വേണം. അപ്പൊ അത് മുഴുവനും കഥകളിലൂടെ, ആഖ്യാനങ്ങളിലൂടെ, ഉപാഖ്യാനങ്ങളിലൂടെ, ഗാഥകളിലൂടെ, കൽപ്പശുദ്ധിയിലൂടെയെല്ലാം വിസ്തരിച്ചതായ അദ്ദേഹത്തിന്റെ
ആ ഒരു പ്രാഗൽഭ്യമാണ് നമ്മുടെ മുമ്പിൽ 18 പുരാണങ്ങളായിട്ട് അവതരിച്ചിട്ടുള്ളത്. ചിലവർ പറയുന്നുണ്ട് വിഷ്ണു പുരാണം എന്നുള്ളത് വ്യാസന്റെ അച്ഛൻ പരാശരൻ എഴുതിയതാണ്, ഉപദേശിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്തായാലും പുരാണ കർത്താവായിട്ട് പറയുന്നത് വേദവ്യാസനെയാണ്. അതേപോലെ തന്നെ ദേവി ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഉപപുരാണങ്ങളുണ്ട്. ഇതെല്ലാം വേദവ്യാസന്റെ സൃഷ്ടിയായിട്ടെല്ലാം എടുത്തു പറയുന്നുണ്ട്. നിരവധി ആഗമങ്ങളാണ് വേദവ്യാസനുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ച് കാണുന്നുണ്ട്. അതേപോലെ തന്ത്രശാസ്ത്രത്തിലും സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു വൈദികമായ ഉച്ചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ശിക്ഷാശാസ്ത്രം എന്നുള്ളത്, മന്ത്ര ഉച്ചരിക്കുന്നതിന്റെ രീതികളെ കുറിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു പുസ്തകം എഴുതേണ്ടായിട്ടുണ്ട്. വ്യാസശിക്ഷ എന്നാണ് അതിന്റെ പേര്. 28 അധ്യായങ്ങളില് 28 അധ്യായങ്ങളില് 525 ശ്ലോകങ്ങളില് ഈ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ശാഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ മന്ത്രങ്ങളെ എങ്ങനെ ഉച്ചരിക്കണം എന്ന് അദ്ദേഹം അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സംജ്ഞാപ്രകരണം, പ്രഗൃഹ്യാപ്രകരണം, പരിഭാഷാപ്രകരണം, ദീർഘപ്രകരണം, ആഗമപ്രകരണം എന്ന് തുടങ്ങി ഇങ്ങനെ ഉച്ചരിക്കുന്നതിന്റെ ഫലം എന്ത് എന്ന് സൂചിപ്പിക്കുന്ന 28ാമത്തെ പ്രകരണം. ഈ 28 പ്രകരണങ്ങളിലൂടെ ഈ വൈദികമായ മന്ത്രങ്ങളുടെ ഉച്ചാരണം എങ്ങനെ വേണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശിക്ഷാഗ്രന്ഥം, വ്യാസശിക്ഷ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതേണ്ടായിട്ടുണ്ട്. പിന്നെ സ്മൃതികൾ നോക്കുമ്പോൾ അതില് വേദവ്യാസൻ ഒരു സ്മൃതി, വ്യാസസ്മൃതി എന്ന പേരില്, സ്മൃതികൾ എന്ന് പറഞ്ഞ ആചാര ഗ്രന്ഥങ്ങളാണ്. 1032 ആചാര്യന്മാരെ കുറിച്ച്, സ്മൃതി ആചാര്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരാള് വ്യാസൻ. വ്യാസൻ എഴുതിയതായ സ്മൃതി എന്ന രീതിയിൽ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ലഘുസ്മൃതി, ലഘുവ്യാസ സ്മൃതി എന്ന രീതിയിൽ 117 ശ്ലോകങ്ങളുള്ളതായ ഒരു ടെക്സ്റ്റ് കൂടി ഇതിനോടൊപ്പം പൂനെയിലെ ആനന്ദാശ്രമത്തിൽ നിന്ന് ഇറക്കിയതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങള് വേദവ്യാസൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എഴുതി തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യം, 4 ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിലൂടെ ശിഷ്യ പരമ്പരകളിലൂടെയാണ് ഓരോരുത്തരും ആചാര്യന്മാര് അവരുടെ അറിവുകള് പകർന്നു നൽകണത്. അപ്പോ വേദവ്യാസന് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരുണ്ടായിരുന്നു. പൈലായ സംഹിതാമാദ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതത്തിൽ അതിനെ പറയുന്നുണ്ട്. പൈലനാണ് ഋഗ്വേദം പറഞ്ഞു കൊടുത്തത്, യജുർവേദം പറഞ്ഞു കൊടുത്തത് വൈശമ്പായനനാണ്, സാമവേദം പറഞ്ഞു കൊടുത്തത് ജൈമിനിക്കാണ്, സുമന്തുവിനാണ് അഥർവവേദം പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ തന്റെ ശിഷ്യന്മാരിലൂടെ അറിവ് ലോകത്തിൽ പ്രചരിപ്പിച്ചതായ ഗുരുവര്യനാണ് വേദവ്യാസൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ചിരഞ്ജീവികളെ കുറിച്ച് പറയുമ്പോൾ ചിരഞ്ജീവിയാണ്. 7 ചിരഞ്ജീവികളില് ഒന്ന് വ്യാസനാണ്. അശ്വത്ഥാമ എന്ന് പറഞ്ഞ ബലി, ബാണ എന്ന് പറഞ്ഞ് തുടങ്ങണേർത്ത് ബലിർ വ്യാസ എന്നുള്ളതായ പ്രയോഗമുണ്ട്. വ്യാസൻ ഈ ചിരഞ്ജീവികളില് ഒരാളായിട്ട് കണക്കാക്കുന്നു. ഇതിന് ഈ 18 പുരാണങ്ങള് ഉണ്ടാവാൻ കാരണം ഒരു ദിക്കില് പറയുന്നുണ്ട്. ഈ പുരാണങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു വലിയ പുരാണമാണ് ഉണ്ടായത്, ബ്രഹ്മപുരാണം എന്നാണ് എൻ്റെ പേര്. ആ ബ്രഹ്മപുരാണത്തെ അദ്ദേഹം 18 വിഭജിച്ചു എന്നാണ്. വേദത്തെ വിഭജിച്ചു, പുരാണങ്ങളെ വിഭജിച്ചു. അപ്പൊ പുരാണവ്യാസൻ എന്ന രീതിയിലും വേദവ്യാസൻ എന്ന രീതിയിലും അദ്ദേഹം ലോകത്തില് പ്രസിദ്ധനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനെ ക്ഷണിച്ചപ്പോ പറയണ്ടായി, ഇദ്ദേഹത്തിന്റെ ജയന്തി അല്ല ഇന്ന് വ്യാസ ജയന്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ഇന്ന് വേദവ്യാസ ജയന്തിയാണ് എന്നാണ് കണ്ടത്. വ്യാസൻ ജയിച്ചത് എന്തായാലും പൗർണമിക്കല്ലേ, വ്യാസ പൗർണമി അല്ലേ?
അതറിയില്ല. കർക്കട മാസത്തിലെ വെളുത്ത വാവാണ് സ്വതവേ വ്യാസ പൗർണമിയായിട്ട് ആഷാഢ പൗർണമിയായിട്ട് കണക്കാക്കുന്നത്. എന്റെ അറിവിൽ അതാണ്, അറിയില്ല. എന്തായാലും നീ പ്രാദേശികമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഈ പുരാണങ്ങള് ഇത്രയും വിസ്തരിച്ച് എഴുതിയപ്പോ വേദവ്യാസൻ ഒരു പ്രാർത്ഥന ഗുരുവായൂരപ്പന്റെ മുമ്പില്, ഈശ്വരന്റെ മുമ്പിൽ വയ്ക്കണുണ്ട്. ഗുരുവായൂരപ്പ, ഞാൻ 3 തെറ്റ് ചെയ്തു കേട്ടോ എന്നാണ്. എന്താ ആ തെറ്റെന്നാണെങ്കിൽ ശ്ലോകത്തിൽ പറയണു, രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യൽ കൽപ്പിതം. ഗുരുവായൂരപ്പ, ഈശ്വര, അവിടത്തേക്ക് രൂപമില്ല, രൂപം ഇല്ലാത്ത ആളാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഒരു ഈശ്വരന് ധ്യാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഈശ്വരന് രൂപം കൊടുത്തിട്ടാണ് ഞാൻ ഈ കൃതികൾ മുഴുവൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. അപ്പൊ ചോദിച്ചു, എന്താ രണ്ടാമത്തെ തെറ്റ്? അതോ ഞാൻ അങ്ങയെ സ്തുതിച്ചു എന്നുള്ളത്. അങ്ങയുടെ ആ മാഹാത്മ്യം 2000 എന്നുള്ള നാവുള്ള അനന്തന് പോലും പാടി പുകഴ്ത്താൻ പറ്റാത്തതാണ്, നിർവചിക്കാൻ പറ്റാത്തതാണ് അവിടുത്തെ സ്വരൂപം. പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ആ സ്വരൂപത്തെ നിർവചിച്ചു എന്നുള്ളത്. സ്തുത്വാ നിർവചനീയതാഖില ഗുരോ ദൂരീകൃതായന്മയ. അവിടത്തെ അനിർവചനീയത്വം എന്നുള്ളതായ ഗുണത്തെ ഞാൻ ദൂരീകരിച്ചു, അതായത് നിർവചിക്കാൻ പറ്റുന്ന ആളാക്കി മാറ്റി. അങ്ങേ പോരാ, മൂന്നാമത് ഒരു തെറ്റും കൂടി ഞാൻ ചെയ്തു. അതെന്താ വെച്ചാൽ സർവവ്യാപിയാണ്, വിശ്വം വിഷ്ണു എന്ന് പറഞ്ഞിട്ടാണല്ലോ സഹസ്രനാമം തുടങ്ങണത്. അപ്പോ ആ സർവവ്യാപിയായി നിൽക്കുന്ന ഈശ്വരനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ഓരോരോ ദിക്കിലും ഈ ഈശ്വരന്റെ സാന്നിധ്യം ഞാൻ കാണിച്ചു കൊടുത്തു. വ്യാപിത്വം ച നിരാകൃതം ഭവതോ യത്തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാ ദോഷത്രയം മൽകൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന അദ്ദേഹം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് രൂപമില്ലാത്ത ഈശ്വരന് രൂപം കൊടുത്തു, നിർവചിക്കാൻ പറ്റാത്ത ഈശ്വരന് ഒരു നിർവചനം കൊടുത്തു, സർവവ്യാപിയായ ഈശ്വരനെ ചില ദിക്കിൽ പ്രതിഷ്ഠിച്ചു. ഈ 3 ദോഷങ്ങൾ ഞാൻ അറിയാതെ കൊണ്ടാണോ ചെയ്തേ അറിയില്ല, എന്തായാലും ചെയ്തത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ ദോഷങ്ങള് പൊറുക്കണേ എന്നുള്ളതായ ഒരു പ്രാർത്ഥന വേദവ്യാസന്റെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ ജീവിതത്തില് അദ്ദേഹം നിഷ്കർഷ വച്ച് പുലർത്തിയത് ധർമ്മ അവബോധനത്തിന് വേണ്ടിയിട്ടാണ്. ധർമാവബോധനമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിൽ പറഞ്ഞതുപോലെ ലോകത്തില് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വേദവ്യാസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല മനഃശാസ്ത്രജ്ഞനാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. കാരണം മനുഷ്യരുടെ മനസ്സിനെ ഇത്ര അധികം വിശകലനം ചെയ്ത ഒരു 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 ഡോക്ടർ വേദവ്യാസനെ പോലെ ഉണ്ടോ എന്നറിയില്ല. ഇന്നത്തെ ഡോക്ടർമാർ അവരുടെ അടുക്കല് രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാ പരിശോധിക്കുക? അവര് പറയുന്നത് മുഴുവൻ കേൾക്കും, അങ്ങനെ പറഞ്ഞത് കേട്ട അതിൻ്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും, അവരെ ആശ്വസിപ്പിക്കും, അതിനോടൊപ്പം മരുന്നും കൊടുക്കും. ഇതാണ് ഇന്നത്തെ ഒരു ചികിത്സ. എന്നാൽ പണ്ട് ഈ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായ ചില നിഷ്കർഷകള് ജീവിതത്തിൽ വച്ചു പുലർത്താനും ആ നിഷ്കർഷകളിലൂടെ അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താനും അവരുടെ ആ മനോമാലിന്യത്തെ ദൂരീകരിക്കാനുള്ള മാർഗങ്ങള് ആണ്, ഒരു ദാർശനിക പദ്ധതിയാണ് നമുക്ക് ഈ വേദവ്യാസന്റെ ഈ കൃതികളിലൂടെ കാണാൻ സാധിക്കുന്നത്. പണ്ട് ഒപ്പം താമസിച്ചിരുന്ന സുബിൻ പറയേണ്ടായിട്ടുണ്ട്, വൈദ്യമഠത്തില് പണ്ടൊരു രോഗി വന്നു അത്രേ. അപ്പൊ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ മകനാണെന്ന് ചികിത്സിച്ചത്. ഇപ്പോ വാതരോഗാണ്. അപ്പോ എന്നാ ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന് ഈ കഷായം കൊടുത്തോളാൻ പറഞ്ഞു. രാസ്ന ഏരണ്ടകം അങ്ങനെ ഏതോ കഷായം കൊടുക്കാൻ പറഞ്ഞു. അപ്പോ ഈ രോഗി പോയി കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, എന്നിട്ടോ എന്ന്.
ആ ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ ഒന്നെങ്കിൽ രോഗം കൂടും അല്ലെങ്കിൽ കുറയും. കൂടിയ എന്താ മരുന്ന്, കുറഞ്ഞ എന്താ മരുന്ന്? അപ്പൊ കൂടിയാൽ എന്ത് കൊടുക്കണം, കുറഞ്ഞാൽ എന്ത് കൊടുക്കണം എന്നും കൂടി കണ്ടിട്ട് വേണം ഒരു മരുന്ന് കൊടുക്കാൻ. കാരണം ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ശമനമല്ല. പിന്നെയോ ആ രോഗത്തിന്റെ നിദാനം കണ്ടെത്തി, കാരണം കണ്ടെത്തി ഇല്ലാണ്ടിയാക്കേണ്ടതാണ്. അപ്പൊ താൻ സങ്കല്പിച്ചത് ശരിയാണോ എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അതിനെയാണ് പദ്ധതി എന്ന് പറയുന്നത്. ആ ഒരു പദ്ധതിയാണ് ഇവിടെ വേദവ്യാസന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രതിപാദനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജീവിതത്തില് മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെടാത്തതായിട്ട് ആരുമില്ല, ദുഃഖം അനുഭവിക്കാത്തതായിട്ടുള്ള ആരുമില്ല. അപ്പോ ആ അത്തരത്തിലുള്ള മനുഷ്യരുടെ ചിന്തകളെ, വികാരങ്ങളെ എല്ലാം പഠിച്ചിട്ട് അതിലുണ്ടാകുന്നതായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളതായ ഉപദേശങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാഭാരതത്തിൽ മാത്രമല്ല, പുരാണത്തിലും ഉണ്ട്. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധി ഭാഷാ വ്യാസസ്യ എന്നാണ്. അപ്പൊ സമാധി ഭാഷയാണ്, ലൗകികമായിട്ടുള്ളതല്ല. പിന്നെയോ തൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായ ഭാഷയിലൂടെയാണ്, അനുഭവത്തിലൂടെയാണ് വേദവ്യാസൻ നമ്മളോട് സംവദിക്കുന്നതായിട്ട്. അപ്പൊ അദ്ദേഹം നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നു. പോരാ, പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരണു. നമ്മുടെ ദുഃഖങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യണു, ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്യണു. അപ്പോ മരുന്നില്ലാതെ കണ്ട വർത്തമാനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ആശയവിനിമയത്തിലൂടെ ഈ മനസ്സിനെ അടക്കാനുള്ള വിവിധങ്ങളായ ഉപായങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ഒരാളാണ് വേദവ്യാസൻ. ഓരോരുത്തരെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ വിശകലനം, മനുഷ്യർക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, കോപമുള്ളവരുണ്ട്, അസൂയ ഉള്ളവരുണ്ട്. അവരുടെ ഉള്ളില് ധർമ്മം ഇതാണോ അധർമ്മം ഇതാണോ, ചെയ്യേണ്ടത് ഇതാണോ ചെയ്യരുതാത്തത് ഇതാണോ എന്നുള്ളതായ സംഘർഷങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം മഹാഭാരതത്തില് ഈ കാല് കഴുകണ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് കഴുകണം എന്ന് പറഞ്ഞു. എന്തിനപ്പോ കാല് കഴുകണേ? നമ്മൾ ഓരോരുത്തർ ചോദിക്കേണ്ടത്. ഇച്ചിലും പറ്റും, ഒരു പാത്രത്തിൽ ഉളമ്പിയിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങനെയാ കഴിക്കണത്. ഈ മറ്റത് ഇച്ചിലാണ്, കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്തിനാ അത്? അപ്പൊ അതിനൊക്കെ ചില നിഷ്കർഷകൾ അവിടെ വച്ച് പുലർത്തുന്നുണ്ട്. അപ്പോ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തില് നമ്മൾ വേണ്ട രീതിയിൽ അനുവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ചിത്രീകരണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം പെട്ടെന്നാണോ ചെയ്യേണ്ടത് അതോ ചിന്തിച്ചാണോ ചെയ്യേണ്ടത് ചോദിച്ചാൽ രണ്ടും ശരിയാണ്. അപ്പൊ രണ്ടിനെയും സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചിരകാരി എന്ന് പേരായിട്ടുള്ള ഒരു ആളുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച അച്ഛൻ പോകുന്നു, അമ്മയെ കൊല്ലണമെന്ന് ഉറപ്പിക്കണു. പിന്നെ അവസാനം അച്ഛൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ എത്തിയപ്പോ മകൻ അമ്മയെ കൊന്നിട്ടില്ല. മകനോട് പറഞ്ഞു, നന്നായി, നീ ചിന്തിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ അനുഗ്രഹിക്കുന്ന ഒരു കഥ. അപ്പൊ അവിടെ ചിന്തിച്ച് ചെയ്യുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ചിന്തിക്കാതെ കണ്ട് ചെയ്യേണ്ട, സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇതിനെ രണ്ടിനെ നമ്മുടെ മുമ്പിൽ കാണിക്കണം. ഒരു ഉത്തമ മിത്രം എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ആരാണ് യഥാർത്ഥമായ മിത്രം? എത്രയോ കഥകളാണ് നമുക്ക് ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നൽകുന്ന ആ ഉപദേശങ്ങളില് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാല് കഴുകണം. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പഞ്ചാർദ്രനായിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്നാണ്. അല്ല, എല്ലായ്പ്പോഴും ഈ പഞ്ചാർദ്ര ഭാവം, നമ്മള് കൈ കഴുകും ഭക്ഷണം കഴിക്കാൻ, കാല് കഴുകാറില്ല. അപ്പൊ പറയണു, 2 കൈ കഴുകണം, 2 കാല് കഴുകണം, മുഖം കഴുകണം. ഈ 5 എണ്ണവും ആർദ്രമായി നിൽക്കണം. ശരീരത്തെ തണുപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. വെയിലത്തു നിന്നൊക്കെ വന്ന് കയറുമ്പോ കാലും കഴുകുക, കയ്യും കഴുകുക, മുഖം കഴുകി നോക്കി നോക്കൂ, ആ ചൂട് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടി അവണ കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള ചില കഥകളിലൂടെ ഈ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കുറെ കാര്യങ്ങൾ. ഒരു കാലിൽ ചെളി പറ്റി, നമ്മളാണ് ഈ പൈപ്പിന്റെ ചവിട്ടിൽ കൊണ്ടുപോകണു, കാല് ചവിട്ടി ഉരച്ച് കഴുകുന്നു. ഒരു കാല് കൊണ്ട് മറ്റൊരു കാല് ചവിട്ടാൻ പാടില്ല. പിന്നെ എന്ത് വേണം? എന്തുകൊണ്ടാണ് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി ഉരയ്ക്കണേ? കുനിയാനുള്ള മടി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല.
അപ്പൊ ജീവിതത്തില് ഒരു ആയാസൊക്കെ വേണം, വ്യായാമം വേണം. കുനിഞ്ഞ കൈകൊണ്ട് തന്നെ വേണം കാല് കഴുകാൻ, അല്ലാണ്ട് കാലുകൊണ്ട് ചവിട്ടി ഉറച്ച് കഴുകരുത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ആചാരങ്ങളിലൂടെ അവർ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാനവ മനസ്സിനെ വേണ്ടും വണ്ണം പരിശീലിപ്പിച്ച് നോക്കിക്കണ്ട് അദ്ദേഹം എഴുതിയതായ മഹൽ ഗ്രന്ഥമാണ് മഹാഭാരതം. ഇതൊന്നു മാത്രം മതി മഹാഭാരതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ വേദവ്യാസന്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ പറ്റും. ദുര്യോധനനെ എന്തിന്റെ പ്രതീകമാണ്? അഹങ്കാരത്തിന്റെ പ്രതീകമാണ്, അസൂയയുടെ പ്രതീകമാണ്. അർജുനനോ അഭിമാനത്തിന്റെ പ്രതീകമാണ്, കൃഷ്ണഭക്തിയുടെ പ്രതീകമാണ്, അതേപോലെ ആശങ്കകളുടെ പ്രതീകമാണ്, സംശയാത്മാവിന്റെ പ്രതീകമാണ്. അപ്പൊ ഇതൊക്കെ ഒരാളിലുള്ള വിവിധ ഭാവങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ സംബോധനകളിൽ അദ്ദേഹം കാര്യങ്ങള് ബോധിപ്പിച്ചു തരുന്നുണ്ട്. കുന്തിദേവി ധൃതരാഷ്ട്രന്റെ കൂടെ കാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ധർമ്മപുത്രര് തുടങ്ങിയിട്ടുള്ള പാണ്ഡവര് എല്ലാവരും ചെന്ന് അമ്മോട് പറയാണ്, അമ്മ എന്തിനാ ഈ വല്യച്ഛന്റെ കൂടെ കാട്ടിലേക്ക് പോണേ? നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അമ്മ പറഞ്ഞു തന്ന ആ കഥകളെല്ലാം കേട്ടിട്ട് ഞങ്ങള് ഇതാ യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുത്തു, ഇനി ഇവിടെ സുഖമായിട്ട് കഴിയാം. ഇപ്പോ ഈ വല്യച്ഛന്റെ കൂടെ കാട്ടിലേക്ക് വൈരാഗ്യത്തോടു കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അമ്മയെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുമ്പോ അവിടെ ആ അമ്മ മകനെ എന്നല്ല വിളിച്ചത്, നിവർത്തസ്വ മഹാരാജ, അല്ലയോ മഹാരാജാവേ, അങ്ങ് തന്റെ അനിയന്മാരോട് കൂടി പൊക്കോളൂ. അപ്പൊ ആ വിളിയില് മകൻ എന്നുള്ളതായ ബന്ധം അവിടെ പോയി, അവിടെ ഉപേക്ഷിച്ചു. മറിച്ച് ധർമ്മബോധത്തെ അവതരിപ്പിക്കുമ്പോ ആ സംബോധനകളിലുള്ള ശക്തി വേദവ്യാസം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് മഹാഭാരതം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങള്, ശരി ഏതാണ്, തെറ്റേതാണ്, ഈ ഒരു പോരാട്ടമാണ്, ജീവിത ആയോധന രണഭൂമിയാണ് നമുക്ക് ഈ കുരുക്ഷേത്രമായിട്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ശരിയേത്, തെറ്റേത്, ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, നമ്മുടെ കടമ ഏതാണ്, ആ കടമയ്ക്ക് വിപരീതമായി ഇഷ്ടം നിന്നാൽ എന്ത് ഞാൻ ചെയ്യണം, ആ ഇഷ്ടത്തെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്, ഇഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട കടമയെ അല്ലെങ്കിൽ കർത്തവ്യത്തെ ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? ആ പോരാട്ടമാണ് ഇവിടെ ഈ കൗരവ പാണ്ഡവ യുദ്ധത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. അതേപോലെ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ ധാർമ്മികമായ ബോധമുള്ള ആൾക്കാരുണ്ട്, കാപട്യം നിറഞ്ഞവരുണ്ട്, ആരാണ് പണ്ഡിതൻ, ആരാണ് മൂഢൻ, വിതുരനീതിയിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് ശക്തിയുള്ളവൻ, ആരാണ് ശക്തി ഇല്ലാത്തവൻ, ദുർബലനായിട്ടുള്ളത്. അത് ശരിക്കും മനസ്സിലാക്കണ്ടേ. ഈ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ഈ യക്ഷപ്രശ്നം തുടങ്ങിയിട്ടുള്ള കുറെ ഭാഗങ്ങളുണ്ട്. അതേപോലെ വിതുരനീതി, സനൽ സുജാതീയം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങള്, ഇതൊക്കെ ഒന്ന് വീണ്ടും വണ്ണം പഠിക്കേണ്ടതാണ്. എന്തായാലും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ വേദവ്യാസൻ ഒരു ഉത്തമ മനഃശാസ്ത്രജ്ഞനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ അതിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ആ ഔഷധം ആത്മീയതയില് ഊന്നി നിന്നുകൊണ്ട് ദാർശനികമായ ആ ഒരു പരിവേഷത്തോടു കൂടിയിട്ടാണ് ഈ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വ്യാസനെ ഒരു ആദിമ മനഃശാസ്ത്രകാരനായിട്ട് നമുക്ക് വേണച്ചാൽ കാണാം. ഇപ്പൊ ഓരോരോ കഥാപാത്രങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികമായ വിഷയത്തിലുള്ള സംശയം ഇത് അർജുനൻ ഉണ്ടാവണു. ഈ പിതാമഹന്മാരെ കൊല്ലുന്നതിനേക്കാളും നല്ലത് ഞാൻ ഭിക്ഷ എടുത്ത് ജീവിക്കുകയല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ആ ധാർമ്മികമായ സങ്കടങ്ങള് അല്ലെങ്കിൽ സംശയങ്ങള് ഉള്ള ആളായിട്ട് അർജുനനെ അവിടെ അവതരിപ്പിക്കണം. നല്ല രാജാവാണ് ദുര്യോധനൻ, പാണ്ഡവരില്ലാത്ത കാലത്ത് നല്ലോണം രാജ്യം ഭരിച്ച ആളാണ്. പക്ഷെ പാണ്ഡവരോടുള്ള അസൂയയുണ്ട്, അഹങ്കാരമുണ്ട്. അത് ദുര്യോധനനെ സ്വന്തം ജീവിതം എന്താണ് അതറിയാതെ കണ്ട് അതറിയാനുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി ജീവിക്കുന്ന കർണൻ,
പക്ഷെ എനിക്ക് തോന്നിയത് ഈ ജീവിത രഹസ്യം അറിയാനുള്ള ത്വരയുടെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു അംഗീകാരം നേടാൻ, ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയില്ലേ, അംഗീകാരം നേടാനുള്ള ഒരു ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഒരു കർണൻ ആയിട്ട് തോന്നണത്. ഇതേപോലെ ധർമ്മബോധം, അത് അമിതമായിട്ടുള്ള ധർമ്മബോധത്തിൽ ഊന്നി നിൽക്കുന്ന യുധിഷ്ഠിരൻ ഒരിക്കല് വിതുരനോട് പറയണ്ട, വിതുര ഏട്ടന് ഉറക്കമില്ല, എന്നാ വിശന്തി ഇതാ ഉറങ്ങാൻ പറ്റണില്ല എന്നാണ്. അപ്പോ ഏട്ടനോട് വിതുരൻ പറയാ, ഏട്ടാ മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കാൻ എന്താ വഴി എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണവർക്ക്, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കണവർക്ക്, എത്രയായാലും ശരിയായില്ല എന്ന് ഈ സംശയം വച്ച് പുലർത്തുന്നവർക്ക്, നിഷ്കർഷ വച്ച് പുലർത്തുന്നവർക്ക് ഇവർക്കൊന്നും ജീവിതത്തിൽ ഉറക്കണ്ടാവില്ല. നോക്കിയോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഈ ഉറങ്ങാത്തതിന് ഒരു നിർവചനം അവിടെ കാരണങ്ങൾ അവിടെ കണ്ടെത്തണത്. ഇതേപോലെ ഈ ബുദ്ധിഭ്രംശം ഉണ്ടാവുമ്പോ ഈ ധർമ്മത്തോടുള്ളതായ ആസക്തി അത് നമുക്ക് ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്നു. അതേപോലെ ഈ പരനോടുള്ളതായ വിമർശന ബുദ്ധി, മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിനെ വിമർശിക്കണവര്, ഈ വിമർശന ബുദ്ധി അവർക്ക് ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്നു. ഈ അവസാന കാലത്ത് ബോധമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് പലർക്കും ഈ വിമർശകന്മാർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കാരണം ഈ അസഹിഷ്ണുതയാണ്. അതേപോലെ ചെയ്യുന്നതിൽ ആ കർമ്മത്തില് ഉള്ള നിഷ്കരിഷ, കർമ്മഠനായിട്ടുള്ള ജീവിതം, ഞാൻ അതേ ചെയ്യുള്ളൂ എന്നുള്ളതായി വാശിയൊക്കെ പലപ്പോഴും നമുക്ക് ബുദ്ധിഭ്രംശത്തിന് കാരണമായിട്ട് മാറുന്നു എന്നവിടെ കാണിച്ചു തരുന്നു. അഭിമാനത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ദ്രൗപദി, ഉയർന്ന ബുദ്ധിയുടെ പ്രതീകമായി നിൽക്കുന്ന കൃഷ്ണൻ, എന്താ ചെയ്യേണ്ടത്? താൻ ഒരു വാക്ക് പറഞ്ഞു പോയി, ആ വാക്കിന് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഹോമിച്ച ഭീഷ്മര്. ഇങ്ങനെ നോക്കുമ്പോ എന്താ നല്ലതും ചീത്തയും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കണം. വികാരങ്ങള് തീരുമാനങ്ങളെ നിയന്ത്രിക്കണു. ധാർമ്മിക ബോധം പലപ്പോഴും നമുക്ക് തടസ്സം നേരിടുന്നു എന്നൊക്കെ നമ്മുടെ മുമ്പില് ഈ കഥാപാത്രങ്ങളിലൂടെ വരച്ചു തരികയാണ്. എത്ര ധർമ്മത്തില് ഉറച്ചു നിന്നാലും അവസാനം അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞൊരു നുണ പറയേണ്ടതായിട്ട് വരും. പരിപൂർണനായിട്ട് ആരുമില്ല എന്ന് അവതരിപ്പിക്കുന്ന ഒരു 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 വലിയൊരു കാഴ്ചപ്പാടാണ് വേദവ്യാസന്റെ. എന്നാൽ പരിപൂർണനായ ഒരാളുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു സാക്ഷാൽ വാൽമീകിയുടെ രാമായണത്തില്. അപ്പൊ ഈ കഥാപാത്രങ്ങളെ ഇതിന്റെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ രസത്തിനനുസരിച്ച് ലളിതമായ ഭാഷയില്, ഗൗരവമായ ഭാഷയില്, ശൃംഗാരം, വീരം, കരുണം, അതേപോലെ ശാന്തം തുടങ്ങിയ രസങ്ങളൊക്കെ അതില് വേദവ്യാസൻ വർണ്ണിക്കുന്നതായിട്ട് കാണാം. അപ്പോ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായ ജീവിതം, ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ളതായ ചിന്തകള്, ഇതൊക്കെ വളരെ ലളിതമായ എന്ന ആഴമേറിയ ഭാഷയില് പണ്ഡിതന്മാർക്കും പാണ്ഡിത്യം ഇല്ലാത്തവർക്കും ഒരേപോലെ രസിക്കുന്ന തരത്തിലാണ് വേദവ്യാസൻ തൻ്റെ ഈ കാവ്യം, ആലങ്കാരികത വളരെ കുറവാണെങ്കിലും വിഷയത്തെ വിശകലനം ചെയ്യുന്ന രീതി അത് രാമായണത്തെക്കാളും വളരെ ഗംഭീരാണ്. എന്ന ആലങ്കാരിക ഭാഷ, പദ്യഭാഷയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞ രാമായണമാണ്. ഇവിടെ ആ ഭാഷയുടെ സൗന്ദര്യത്തിന്റെ അപ്പുറത്ത് മനുഷ്യ മനസ്സിനെ വ്യക്തമാക്കുക എന്നുള്ളതായിരുന്നു വേദവ്യാസന്റെ ലക്ഷ്യം എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറയണത് അതാണ്, നല്ലവരും തെറ്റ് ചെയ്യുന്നുണ്ട്, എത്ര നന്നാന്ന് പറയണവർക്കും തെറ്റ് പറ്റുന്നുണ്ട്, കുറ്റം ചെയ്യുന്നവരിലും എന്തുണ്ട്, നല്ലതുണ്ട്, ഗുണമുണ്ട്. ഇത്രയും ലളിതമായിക്കൊണ്ട് ലോകത്തെ വരച്ചു കാണിക്കുകയാണ് വേദവ്യാസം ചെയ്യുന്നത്. വാൽമീകി എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചപ്പോ വേദവ്യാസം പഠിപ്പിച്ചു തരുന്നത് ജീവിതം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. വാൽമീകി രാമനെ നമ്മുടെ മുമ്പിൽ ആദർശ പുരുഷനായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആശങ്കകളോട് കൂടിയിട്ട് ജീവിക്കുന്ന, അഭിമാനിയായി നിൽക്കുന്ന ആ അർജുനനെയും ദൗർബല്യത്തോടു കൂടി നിൽക്കുന്ന ദുര്യോധനനെയും ധർമ്മത്തിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്ന യുധിഷ്ഠിരനെയൊക്കെ കാണിക്കുമ്പോൾ ഇദ്ദേഹം ആ യഥാർത്ഥത്തില് ചുഴിഞ്ഞു കാണുന്ന ആളാണ്, ഋഷിയാണ്, ക്രാന്തദർശിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വികാരങ്ങളുടെ ശക്തി വളരെ ലളിതമായിട്ട് എന്നാൽ
അതേ സമയത്ത് ഗംഭീരമായിട്ട് ഇദ്ദേഹം വർണ്ണിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ജ്ഞാനിയായിട്ട്, കവിയായിട്ട്, ദാർശനികനായിട്ട്, ഗുരുവായിട്ട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് സാക്ഷാൽ വേദവ്യാസൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഇനി അധികം നീട്ടണില്ല. ഈ വേദവ്യാസനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞുല്ലോ, കവികള് 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, വേദത്തെ നമ്മുടെ മുമ്പില് ബ്രഹ്മാസ്മൃത്വ ആയുഷോ വേദം എന്ന് പറയുമ്പോ വേദത്തെ സ്മരിച്ച് ഉണ്ടാക്കിയെടുത്ത ആദി വേദ കവിയായിട്ട് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. അതേപോലെ ആദി കവിയായിട്ട് വാൽമീകി, എന്ന വിശ്വകവിയായിട്ട് വേദവ്യാസനെ അവതരിപ്പിക്കണം. ഒരു ശ്ലോകത്തിൽ പറയണ്ട, ഏകോഭൂത് നളിനാഥ, താമരയിൽ നിന്നുണ്ടായി ഒരു കവി. പരശ്ച പുളിനാഥ, വേറൊരാള് ഒരു പുളിനത്തിൽ നിന്നുണ്ടായി. അതായത് വ്യാസൻ ഗംഗാ പുളിനത്തിലാണ് ഉണ്ടായതായിട്ട് പറയണത്. അതേപോലെ പരശ്ച വാൽമീകതശ്ചാപര, മൺപുറ്റിൽ നിന്നാണ് മറ്റൊരു മഹാകവി ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോ ആ മഹാഭാരതത്തില് ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്ന 2 കൃഷ്ണന്മാര്, 2 കർത്തോര്. ഒന്ന് സാക്ഷാൽ കൃഷ്ണൻ, ഒന്ന് കൃഷ്ണദ്വൈപായനൻ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചർച്ചയിലേക്ക് ആവാം. അതിനു മുമ്പ് ഞാനൊരു നാടകം പോലെ ഈ വേദവ്യാസനും കാളിദാസനും കൂടിയിട്ട് കണ്ടുമുട്ടി, കാശിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ അവര് തമ്മില് അവരുടെ കവിതകളെ വെച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു സംഭാഷണമായിട്ട് ഞാൻ എഴുതുകയാണ്. വേദവ്യാസൻ പറയുകയാണ്, കാളിദാസൻ കാശിയിൽ ചെന്നപ്പോൾ അവിടെ വേദവ്യാസൻ ഇരിക്കുന്നുണ്ട്. വേദവ്യാസനെ നമസ്കരിച്ചു. എന്നിട്ട് അങ്ങയുടെ ആ മഹാഭാരതൊക്കെ ഞാൻ കണ്ടു, പക്ഷേ ഒരു സൗന്ദര്യമില്ല, വായിക്ക് വരുമ്പോ ഇമ്പൊന്നുമില്ല. ഇത് വായിച്ച് തീർക്കണ്ടേ? ഇത്രയൊക്കെ വലുതായ പുസ്തകമൊക്കെ എഴുതിയ ആൾക്കാരൊക്കെ എങ്ങനെയാ വായിക്കുക? എത്രയോ ആൾക്കാർ മഹാഭാരതം മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒരാളും വായിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കാളിദാസൻ പറയുന്നത്, അതെ, ഈ അങ്ങയുടെ കൃതികളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ ആ കാവ്യഭാവനയുടെ മഹത്വം ഞാൻ അങ്ങേ ബോധ്യപ്പെടുത്തി തരാം. ദേശം ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള ഭാഷയാണ്. വേദവ്യാസൻ പറഞ്ഞു, ഒരു കാവ്യം പറയുക എന്ന് പറയുമ്പോൾ ആ കാവ്യത്തിലൂടെ നമ്മൾ വരച്ച് കാണിക്കേണ്ടത് മനുഷ്യന്റെ യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കേണ്ടതാവണം കാവ്യം. അപ്പൊ കാളിദാസൻ പറഞ്ഞു, യാഥാർത്ഥ്യം പറയൊക്കെയാണ്, പക്ഷെ എല്ലാ യാഥാർത്ഥ്യവും തുറന്നു പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പറയുമ്പോൾ അതിലൊരു സൗന്ദര്യം വേണം, കാവ്യഭാവന ഉണ്ടാവണം, എന്നാലേ ആൾക്കാർ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ആ കവി കാളിദാസ എന്ന് പറയുമ്പോഴേക്ക് അവരുടെ മുഖമൊക്കെ തെളിയണത്, വ്യാസൻ എന്ന് പറയുമ്പോൾ മുഖം ചുളിയണത്. വേദവ്യാസം പറയണു, ഞാൻ ഈ ഭാരതത്തിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ കാണിക്കണു. കാളിദാസൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ ജീവിതത്തെ എത്ര മനോഹരമായി കാണാം എന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നു. ഇപ്പൊ വേദവ്യാസം പറഞ്ഞു, ധർമ്മത്തെക്കുറിച്ച് പറയാത്ത കാവ്യം അപൂർണമാണ്. സൗന്ദര്യമില്ലാത്ത കാവ്യം അത് ഹൃദയകാരിയല്ല. അതായത് അങ്ങയുടെ ആ കാവ്യത്തിന് സൗന്ദര്യമില്ല, അതുകൊണ്ടാണ് ആൾക്കാര് ഇത് സ്വീകരിക്കാത്തത്. വേദവ്യാസം പറഞ്ഞു, ധർമ്മം മനുഷ്യരെ ഉയർത്തുന്നു. കാളിദാസൻ പറഞ്ഞു, സൗന്ദര്യം മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നു. വേദവ്യാസം പറയാണ്, എൻ്റെ കഥാപാത്രങ്ങൾ മനുഷ്യരുടെ ദൗർബല്യത്തെ വ്യക്തമാക്കി തരുന്നു. കാളിദാസൻ പറഞ്ഞു, എൻ്റെ കഥാപാത്രങ്ങള് സുന്ദരങ്ങളാണ്, ലോല ഹൃദയന്മാരാണ്, മൃദുവായിട്ടുള്ളവരാണ്. വേദവ്യാസം പറഞ്ഞു, ജീവിതം സംഘർഷമാണ്. കാളിദാസൻ പറഞ്ഞു, ജീവിതം രസാനുഭവമാണ്, രസം ആസ്വദിക്കാനുള്ളതാണ്. വേദവ്യാസം പറഞ്ഞു, കവി സത്യം പറയുന്നവനാണ്. ആ സത്യത്തെ ആലങ്കാരികമായി അവതരിപ്പിച്ചാലേ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ പലപ്പോഴും പലരുടെയും മുഖം ചുളിയും. അത് ആലങ്കാരികമായി അവതരിപ്പിക്കുകയാണ് വേണ്ടത്.
മനുഷ്യ മനസ്സാണ് എൻ്റെ കവിതയുടെ മൂലതന്തു എന്ന് വേദവ്യാസൻ. കാളിദാസൻ പറഞ്ഞു പ്രകൃതിയാണ് എൻ്റെ കവിതയുടെ മൂലതന്തു. മനുഷ്യ മനസ്സുകള്, അവരുടെ സംഘർഷങ്ങള്, അത് വരച്ചു കാട്ടുകയാണ് എൻ്റെ ഭാരതം. കാളിദാസൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് ഒരു പൂവ് പറയണു, ആ പുഷ്പമേ അധിക തുംഗപദത്തിൽ എന്ന് പറയുമ്പോൾ ആ പൂവ് പാടുന്നത് പോലെ, മേഘങ്ങൾ പറയുന്നത് പോലെ, മേഘസന്ദേശം പോലെ എൻ്റെ ആ കാവ്യത്തിലെ പൂവും മേഘവും എല്ലാം സംവദിക്കുന്നതായിട്ടുണ്ട്. വേദവ്യാസം പറയുന്നു കവിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹം എന്ന് പറയുമ്പോൾ സഹൃദയരും പെടും. ആ സഹൃദയരോടും വേണ്ട രീതിയിൽ അവരുടെ ഹൃദയത്തെ രഞ്ജിപ്പിക്കണതാവണം കാവ്യം. വേദവ്യാസം പറയുന്നു സത്യം മറക്കരുത്. കാളിദാസൻ പറഞ്ഞു ആ സത്യം മഹത്തരമാക്കാൻ മനോഹാരിത കളയാൻ പാടില്ല. ഇപ്പൊ വേദവ്യാസം പറഞ്ഞു ധർമ്മം കഠിനമാണ്. കാളിദാസൻ പറഞ്ഞു സൗന്ദര്യം അതിനെ ലളിതമാക്കുന്നു. വ്യാസം പറഞ്ഞു ജീവിതം ഒരു പരീക്ഷയാണ്. കാളിദാസൻ പറഞ്ഞു ജീവിതം ഒരു പരീക്ഷയല്ല, കവിതയാണ്. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംവാദം ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചതാണ്. എന്തായാലും ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു കഥയും കൂടിയുണ്ട്. വേദവ്യാസൻ കാശിയിൽ ഇരിക്കുമ്പോൾ കാളിദാസൻ അവിടെ ചെല്ലണു, അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. എന്നിട്ട് ആ വയറ് തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു ചകാര ജഠരായ നമ. ചകാര ജഠരൻ, ചകാരം ജഠരത്തിലുള്ള വയറില് കുറെ ചകാരം ഇരിക്കുന്ന ആളാണ്. ഭാരതം വായിച്ചാൽ മനസ്സിലാക്കാം അവസരത്തിലും അനവസരത്തിലും ചാ 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 എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം ചാ, യശസ് ചാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാ ചാ എന്നുള്ള പ്രയോഗം ധാരാളം ഉണ്ട്. അപ്പൊ ചകാരത്തിന്റെ മൂർത്ത രൂപമാണ് എന്ന് പറഞ്ഞ കളിയാക്കി. അപ്പോ ആ അഹങ്കാരം വേദവ്യാസന് നല്ലോണം മനസ്സിലായി, കളയണല്ലോ. അപ്പോ വേദവ്യാസം പറഞ്ഞു അങ്ങ് അത്ര കേമനാണച്ചാൽ ഞാനൊരു സമസ്യ തരാം, അതൊന്നാ പൂരിപ്പിക്കൂ. ഓ ആയിക്കോട്ടെ. വേദവ്യാസൻ സമസ്യ കൊടുത്തു. ത്രിതയം ത്രിതയം ത്രിഷു എന്നുള്ളത്. ഈ സമസ്യ കാളിദാസൻ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ. പതി ശ്വശുരതാ ജ്യേഷ്ഠേ പതിർ ദേവരത അനുജേ ഇതരേഷു ച പാഞ്ചാലി ത്രിതയം ത്രിതയം ത്രിഷു. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ്. അതില് യുധിഷ്ഠിരനില് ഭർത്താവും ഉണ്ട്, ആ ജ്യേഷ്ഠനുമാണ്. സഹദേവനില് ഭർത്താവുമാണ്, അനുജനുമാണ്. ഭീമനിലും അർജുനനിലും നകുലനിലും എത്തിച്ചേരുമ്പോ ഭർത്താവാണ്, ഭർത്താവിന്റെ ഏട്ടനാണ്, ഭർത്താവിന്റെ അനിയനാണ്. ഈ 3 ഭാവങ്ങള് ഉണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാടുകൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഈ 5 പേരുമായിട്ടുള്ള പാഞ്ചാലിയുടെ ബന്ധത്തെ ഇവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ലളിതമായ ആ പദപ്രയോഗത്തിലൂടെ മനുഷ്യരുടെ മനസ്സ് കണ്ടെത്തിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും പരോപകാരാർത്ഥമായി ജീവിച്ച ആ മഹാനുഭാവൻ നമ്മുടെ ഹൃദയത്തിനും എന്നും പ്രകാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദവ്യാസനെ കുറിച്ച് അദ്ദേഹം ദേവി മാഹാത്മ്യത്തിലൊരു ദിക്കിലുണ്ട്. തൻ്റെ മകൻ ശ്രീശുകനിലൂടെയാണ് ഭാഗവതൊക്കെ പറയണത്. ഈ ശ്രീശുകൻ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോ തപസ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ തപസ് ചെയ്തു. മഹാദേവൻ ആശ്വസിപ്പിച്ച് തിരിച്ചെത്തിയപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ശിഷ്യന്മാര് പോലും ആശ്രമം വിട്ടുപോയി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുക്കലാണ് നാരദൻ വന്നെത്തി മനസ്സിന് ശാന്തി പകർന്നു കൊടുക്കുന്നതും പുരാണങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നതുമായിട്ടുള്ള കഥകള്. അപ്പൊ അനവധി കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വിഷയത്തെ വേണ്ടും വണ്ണം വിശകലനം ചെയ്ത് ഓരോരുത്തരും നോക്കിക്കാണുക. എന്തായാലും ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ സമയം തന്നതായ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പന്മാർക്ക് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കണു. ഈ സംശയങ്ങളും അതേപോലെ തന്നെ ആ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞ് ഈ വിഷയത്തെ ഒരു ഗഹന ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ സഫലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു സംശയം ചോദിക്കാം. 2-3 സംശയങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗവതാചാര്യനായിട്ടുള്ള അങ്ങ് എന്തുകൊണ്ട്
ഭാഗവതത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അത് വേദവ്യാസൻ തന്നെയല്ലേ ഭാഗവതം എഴുതിയത്. ഈ കാളിദാസ സംവാദത്തിന് ശേഷം എഴുതിയതാണോന്നും കൂടി സംശയം തോന്നി. ഇത്ര നന്നായിട്ട് ഭാഗവതം കാവ്യഭംഗി ഉണ്ടല്ലോ ഭാഗവതത്തില്. നല്ല ശരിയാണ്, ഭാരതത്തിനേക്കാളും ഭാഗവതം കുറച്ചും കൂടി ഭംഗിയായിട്ട് തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്താ ഭാഗവതത്തിനെ കുറിച്ചിട്ട് ഒന്നും പറയണ കേട്ടില്ല, അതെന്താ കാരണം? ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് മറുപടി. ഭാഗവതം അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നസറുദ്ദീൻ മുല്ല ചോദിച്ചതുപോലെ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഉവ്വ്, എന്നാ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിറ്റേ ദിവസം പറഞ്ഞു ഇല്ല, എന്നാ പിന്നെ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അവൾക്ക് അറിയാലോ, ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അത് കുറെ ദിക്കിലും പറയണുണ്ട്. കാരണം വേദവ്യാസൻ ഇതേപോലെ വിഷണ്ണനായി മകൻ പോയി എന്ന് കണ്ടപ്പോ ആ മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോ ആത്മശാന്തിക്ക് ഇനി എന്താ മാർഗം? എന്താ ഊർധ്വബാഹുർ വിരൗമ്യേഷ നഹി കശ്ചിൽ ശൃണോതി, ആരും എന്റെ വാക്കുകൾ കേൾക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് കൈ രണ്ടും പൊക്കി നിൽക്കുന്ന ഒരു ചിത്രം വേദവ്യാസന്റെ കാണിച്ചു തരുന്നുണ്ട്. ഇത്ര അധികം വിസ്തരിച്ച് എഴുതിയിട്ടും ആരും എന്റെ ഈ മഹാഭാരതം എന്തുകൊണ്ട് കൈകൊണ്ട് തുടർന്നില്ല? അപ്പൊ ആ ഒരു വിഷമം പറഞ്ഞപ്പോഴാണ് എവിടെയാണ് പോരായ എന്ന് കാണിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങ് പറഞ്ഞു എന്താണ് ഒരു പതിവ്രത, ആ പാതിവ്രത്യത്തിന്റെ കഥയായിട്ട് അവിടെ പറഞ്ഞു. ഒരു കുഷ്ഠരോഗി പറയാണ്, എനിക്ക് ആ വഴി കൂടെ പോയ വേശ്യയെ കണ്ടപ്പോ ഇഷ്ടായി, നീ എന്നെ തോളത്തിരുത്തിക്കൊണ്ട് അവിടെ പോകണം. ഇത് മഹാഭാരതത്തിലെ ഒരു പതിവ്രതാ ധർമ്മത്തെ പറയുമ്പോഴാണ്. ഇങ്ങനെ പറഞ്ഞ ആരാ കേൾക്കുക? കാളിദാസന്റെ ആ സൂക്തികളിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവരുടെ ഒരു സംവാദം പോലെ ഞാൻ ആക്കിയത്. ഇതിനെ സംഗ്രഹിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭാവനകളെ. അപ്പോ ഇത്രയും കൂടി ആയിരുന്നു എങ്കിൽ നന്നായി എന്ന് ഈ വിപരീത പക്ഷ നിന്നുകൊണ്ട് കാളിദാസനായി നിന്നുകൊണ്ട് വേദവ്യാസനെ ഒരു കഥാപാത്രമാക്കി ഞാൻ അവതരിപ്പിച്ചതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളില് ഭാഗവതം ജീവനാടി തന്നെയാണ്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തില് അനുഭവിച്ച് പാടാനുള്ളതാണ്. കാരണം മറ്റു പുരാണങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണനാപരാണെങ്കിലും അനുഭൂതി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഭാഗവതത്തിലാണ്. അത് ഏകാദശം വായിക്കുമ്പോൾ ശരിക്കും ആ ഉദ്ധവനെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ വിട്ടതിൽ ഞാൻ ക്ഷമ ചോദിക്കണു. നമസ്കാരം. അല്ല, ഒരു വേറെ സംശയം, എന്തുകൊണ്ട് ഈ അശ്വത്ഥമാവ് വ്യാസനാണ് എന്ന് പറയണത്? അത് മനസ്സിലായില്ല. അല്ല, ഇനി അടുത്ത വ്യാസനായിട്ട് വരുന്നത് അശ്വത്ഥാമാവാണെന്നുള്ള സൂചനയാണ് നൽകിയേക്കുന്നത്. അദ്ദേഹത്തിന് എന്താ മോശത്തരം? ഈ ഒരു ഏഷതം കാണിച്ചു, ശിക്ഷ ഏറ്റുവാങ്ങി, അദ്ദേഹം ചിരഞ്ജീവിയാണ്. അപ്പോ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഇനി ജീവിതം മുഴുവനും ലോക നന്മയ്ക്ക് വേണ്ടി നടക്കൂ, ഈ പാപത്തിന്റെ ഭാണ്ഡവും പേര് നടക്കൂ എന്ന് പറഞ്ഞ് നടന്ന ആ അശ്വത്ഥാമാവ് പശ്ചാത്താപ വിവശനായി പിന്നെ ജീവിതത്തിന്റെ സാരം കണ്ടറിഞ്ഞ് അറിവിനെ വിഭജിച്ച് തന്ന എന്താ ഇപ്പൊ കുഴപ്പം? കുഴപ്പമില്ല. ആയിക്കോട്ടെ അല്ല, പിന്നെ ഇത് അപ്പൊ അതിൽ പറഞ്ഞ 29ാമത്തെ വ്യാസൻ ഇന്നതാണെന്ന് സൂചനയുള്ളൂ. അതെ അല്ലേ. അല്ല, ഈ 27 വ്യാസന്മാരെന്നുള്ള എൻ്റെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇന്നത്തെ ഇത് കേട്ടപ്പോ മാറിയിട്ടോ. ഞാൻ ധരിക്കുന്നത് 28ാമത്തെയാണ് ഇത്. ആ, മനസ്സിലായി. വളരെ ക്ലിയറായി, വളരെ വളരെ ക്ലിയറായി, വളരെ വ്യക്തമായി, വളരെ നന്നായി. ഇനി ബാക്കിയുള്ളവരൊക്കെ ചോദിക്കേണ്ടവർ ചോദിച്ചോളൂ. സമയം അനിയൻ അതിക്രമിച്ചു കുഴപ്പമില്ല, എന്നറിയില്ല. ചോദിക്കൂ. അല്ല, വല്ലവർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നന്നായോ ഇഷ്ടപ്പെട്ടോ അതൊക്കെ പറയാം. അത് നന്നായില്ല എന്നൊക്കെ പറയാം. ഇത് നന്നാവാനത് സംശയമുണ്ടോ? ഇത്ര വലിയ നോളജൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ കേട്ടിരുന്നാലും സമയം പോണത് അറിയില്ല. വളരെ ഒരു വളരെ മണിക്കൂർ 1 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. ലളിതമായി, അതേസമയം വളരെ ലളിതമായി, അതേസമയം തന്നെ ഗംഭീരമായിട്ട് വ്യാസനെ പറഞ്ഞ മാതിരി മറ്റൊരു വ്യാസൻ നമ്മുടെ മുമ്പിൽ അവതരിച്ച മാതിരിയുണ്ട്. ഭവദാസേട്ടന്റെ പ്രഭാഷണം അത്രയും ഹൃദ്യസ്ഥമായി ലളിതമായി, എത്രയും നമുക്ക് 1 മണിക്കൂർ പറഞ്ഞത് മതിയായിട്ടില്ല ഞങ്ങൾക്ക് കേട്ടിട്ട്. അതുകൊണ്ട് ഒരവസരം കൂടി നമുക്ക് മുമ്പിൽ തരേണ്ടതാണ്. നിങ്ങള്
പറയുമ്പം ഒന്നും കൂടെ ചെയ്യും. വ്യാസപൂർണിമ പിന്നെ കർക്കിടക മാസത്തിലാ, ചിങ്ങമാസത്തിലാണല്ല വ്യാസപൂർണിമ. ജൂലൈയിലൊക്കെയാണ് വരിക ഏകദേശം. അതെ അതെ അതെ, കർക്കിടകത്തിലാണ്, ആഷാഢ മാസത്തിലാണ്. കർക്കിടക മാസത്തിലെ ആ പൗർണ ഇത് വെളുത്ത പാവ. ആ അതെ, ഒന്നും കൂടി മറ്റേ വീഡിയോ ശരി ആഗ്രഹിക്കും. ശ്രമിക്കാം എന്തായാലും. ഓഫാക്കണം എങ്ങനെയാന്ന് പറഞ്ഞാൽ വളരെ വിജ്ഞാനപ്രദമായിരുന്നു, വളരെ ഗംഭീരമായി. എന്താ ഒരു അറിയാണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടി വ്യാസനെ കുറിച്ച്. അങ്ങേക്ക് നമസ്കാരം. അതല്ല, കാളിദാസനായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംവാദമായി, ഇപ്പൊ അതെങ്ങനെ ഉണ്ടായി? ആ സംവാദം വളരെ നന്നായിരുന്നു. സാധു തിരുനാളിന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓർത്തു. അതുപോലെ ഈ വ്യാസനെയും കാളിദാസനെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭാഷണം, സാങ്കല്പികമായിട്ട് എഴുതിയത്, വളരെ ആ മർമ്മങ്ങളിൽ തൊട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ വാൽമീകിയെ പുറത്തിരുത്തിയിട്ടാവാം. വാൽമീകിയും വ്യാസൻ എന്ന് പറഞ്ഞ വാഴകുന്നത്തിന്റെ ഒരു നാടകം തന്നെയുണ്ട്. ആ ആ, ആ. ഇനിയും കേൾക്കാൻ ആഗ്രഹിച്ചു. ഒരു മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. നന്നായിട്ട് കേട്ടു. ഞാൻ വളരെ നന്നായിട്ട് കേട്ടു. ഞാൻ ആ ഏട്ടന് എഴുതിയ പുസ്തകങ്ങൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ വായിച്ചോട്ടെ വെച്ചിട്ട്. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ഞാൻ മല്ലിക നമ്പൂതിരി. ഞാൻ ഇടയ്ക്ക് എനിക്ക് ഒരു ബ്രേക്ക് വന്നേ. ഈ ബാദരായണനും വ്യാസനും ഒരാൾ തന്നെയാണോ? ബ്രഹ്മസൂത്രം രചിച്ച ബാദരായണന് മുനി? ഈ ബദരീവനം, എലന്തമരം എന്നൊക്കെയാണ് പറയാ. അത് ഈ തിങ്ങി നിൽക്കുന്നതായ ഒരു ദ്വീപിലുള്ളത് ആണ് ഉണ്ടായത്. അതുകൊണ്ട് ബാദരായണൻ, ബദരി വനത്തിൽ ഉണ്ടായത് കൊണ്ട് ബാദരായണൻ എന്നുള്ളതായ പേര്. ഈ ബദരി എന്നുള്ളതായ പേരുണ്ടാവണത് തന്നെ അതിനെക്കുറിച്ച് ബദരീനാഥന്റെ അതിൽ അവിടെ പറയണത് മഹാവിഷ്ണു തപസ് ചെയ്യണു. അവിടെ തന്നെ ബദരി വനവും ബദരി ആശ്രമവും പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഈ തപസ് ചെയ്തപ്പോ തണുപ്പ് അനുഭവപ്പെട്ടു. ആ തണുപ്പിൽ നിന്ന് തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മി ഭഗവതി എലന്തമരമായി നിന്ന് ധാരാളം ഇലയുണ്ട്. അപ്പൊ ഇലയൊക്കെ അവിടെ ആ ചൂടാക്കി ഭർത്താവിനെ സംരക്ഷിച്ചു എന്നുള്ളതായ കഥ പറയുന്നുണ്ട്. അങ്ങനെയുള്ള എലന്തമരങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് അവിടെ ബദരി വനം. ബദരി വനത്തിൽ ഉണ്ടായത് കൊണ്ട്, ബദരിയിൽ സഞ്ജാതനായതുകൊണ്ട് ബാദരായണൻ. അദ്ദേഹവും വ്യാസ മഹർഷി ഒരാള് തന്നെയാണോ? അതാ പറഞ്ഞേ, നമ്മുടെ സങ്കല്പത്തില് അതെ, ബ്രഹ്മസൂത്രത്തില്. പക്ഷെ എത്രയോ വ്യാസന്മാരുണ്ട് എന്നാണ് ഇവിടെ പറയണേ. അതെ, 28. അതെ, ഇനി 29 ഇനിയും വ്യാസന്മാരുണ്ടാവും. അപ്പോ ഇത് നമുക്കെല്ലാം ഒന്ന് തന്നെയാണ്. പലതായിട്ട് കാണണ്ട, ഒന്നായിട്ട് കണ്ടാ മതി. അങ്ങനെ 29 അശ്വത്ഥാമാവാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അശ്വത്ഥാമാവ് പണ്ടേ ഉണ്ടല്ലോ. അത് ചിരഞ്ജീവികളിൽ ഒരാളല്ലേ? അതെ. അശ്വത്ഥാമാവാണ് ഇനി അടുത്ത വ്യാസനായിട്ട് വരണത് എന്ന്. അതിന്റെ എനിക്കറിയില്ല, വെട്ടമ്മാണി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. അതിന്റെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള സൂചന നൽകിയതാ. അതെ അതെ അല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ, വൈശമ്പായനൻ എന്ന് പറഞ്ഞില്ലേ ശിഷ്യൻ, അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ ജൈമിനി മഹർഷിയെ കുറിച്ച് കൂടുതൽ അറിയാം. പക്ഷെ ഈ വൈശമ്പായനനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. അതെവിടെ കിട്ടും? മഹാഭാരതം പറയുന്നത് മുഴുവൻ വൈശമ്പായനല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് അറിയില്ല. ഈ തൃപ്പൂണിത്തുറ കോലോത്തെ രാമകുമാരേട്ടന്റെ രാമകുമാരേട്ടന്റെ തീസീസ് തന്നെ ഈ പ്രതിപാദന ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അതിന് ഇപ്പൊ കഥാകഥന രീതികള് അതിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാം. ആയിക്കോട്ടെ. വളരെ ഭംഗിയായിരുന്നു, വളരെ സന്തോഷം. നല്ല അറിവ് പകർന്നു തരുന്ന ലളിതമായ രീതി,
വളരെ സന്തോഷം. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു. ഭഗവാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരട്ടെ. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ നമസ്കാരം ഭംഗിയായി സർ. കേട്ടു. നമസ്കാരം. ആയിക്കോട്ടെ. അങ്ങ് വളരെ വിശദമായിട്ട് വേദവ്യാസനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. വളരെ സന്തോഷം. ഒരു ചെറിയ സംശയം, നമ്മൾ ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത് വ്യാസ ജയന്തിയല്ലേ? അതെ. ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഗുരുപൂർണിമയ്ക്ക് നമ്മൾ വ്യാസനെയാണ് കുറിച്ച് പറഞ്ഞു കൊടുക്കാറ്. അത് വ്യാസ പൗർണമി എന്ന് തന്നെയാണ് പറയാറ്. ആ വ്യാസ പിന്നെ പൗർണമി ഇന്നാണെന്ന് സാവിത്രികൾ പറഞ്ഞപ്പോ എനിക്കറിയില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അല്ല, അത് ജൂലൈ ആ സമയത്തോഴാണത്. അതെ അതെ, കർക്കിടക മാസത്തിലെ ആ വെളുത്ത വാവാണ് ഗുരുപൂർണിമയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആഷാഢ പൗർണമി. ആഷാഢ പൗർണമി നമസ്കാരം. ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. ഏട്ടാ നമസ്കാരം. 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 ഏട്ടാ, നമ്മുടെ ഉദയഭാരതത്തില് 20-ാം തീയതി മാർച്ച് 20 വേദവ്യാസ ജയന്തി എന്ന് കിടപ്പുണ്ട് ഉദയഭാരതം കലണ്ടറില്. ശരിയാണ് പറഞ്ഞത്. കർക്കിടക മാസത്തിലാണ് ഗുരുപൂർണിമ. അന്ന് വ്യാസ ജയന്തിയാണ് നമ്മൾ ആചരിക്കുന്നത്. പക്ഷെ ഈ നമ്മുടെ ഉദയഭാരതത്തില് 20-ാം തീയതി വേദവ്യാസ ജയന്തി എന്നുണ്ട്. അറിയില്ല, ഞാൻ പറയാ, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പറയാ. ഞാൻ അങ്ങനെ ധരിച്ചിട്ടില്ല എന്ന് പറയാ. മറ്റൊരു സംശയം, നമുക്കിപ്പോ ഇവിടെ വായിക്കാൻ കിട്ടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടാണല്ലോ. ശരിയായ വ്യാസഭാരതത്തിന്റെ മലയാളത്തിലേക്കുള്ള തർജ്ജമ ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു. എവിടെയെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? ഈ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ഒരു വിധ ഏകദേശം അങ്ങനെയാണല്ലോ പറയണേ. അത് നല്ലോണം കാച്ചു കുറുക്കിയതല്ലേ പ്രകാശത്തിന്റെ, വിദ്വാൻ പ്രകാശത്തിന്റെ. അത് എവിടെയാ കിട്ടുക? ആരാ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? DC ബുക്കാണ് തോന്നുന്നുണ്ട്. DC ബുക്സിൽ അന്വേഷിച്ചാൽ ഞാൻ കിട്ടും. പറയാണ്, ഇതൊരു ആധ്യാത്മികതയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ആനന്ദ കുടീരം ഇറക്കിയതായ ഈ മഹാഭാരത ഒരു സർവസ്വം എന്ന് പറഞ്ഞ 2 വോളിയായിട്ടുള്ള പുസ്തകം ഉണ്ടായിരുന്നു. ജ്ഞാനാനന്ദ സ്വാമി, ജ്ഞാനാനന്ദ സരസ്വതിയുടെ സരസ്വതി അല്ലെ? അത് എവിടെയാ? ആനന്ദ കുടീരം. അല്ല, ചിദാനന്ദ സരസ്വതിയുടെ പുസ്തകം വളരെ കേമാണ്. അത് ഗദ്യാണ് കേട്ടോ. പക്ഷെ വളരെ നല്ലതാണ് ചിദാനന്ദ സരസ്വതിയുടെ. നല്ലപ്പിള്ളി ഭാഗവതത്തിനല്ലേ ഉള്ളൂ? അതെ, ഭാഗവതത്തിന്റെയാണ് പറഞ്ഞ, ഭാരതത്തിന്റെയാ പറയണേ. പിന്നെ മൃഡാനന്ദ സ്വാമിയുടെ രാമകൃഷ്ണ മഠം ഇറക്കിയ 2 വോളിയായിട്ടുള്ളതുണ്ട്. മൃഡാനന്ദ സ്വാമികളുടെ അല്ലെ? 2 വോളിയായിട്ട്. വിദ്വാൻ പ്രകാശത്തിന്റെ നല്ല സാധന. പക്ഷെ അതിന് കാശുണ്ട് കേട്ടോ. നല്ല ഒരു 3-4 വോളിയുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ട് ഈ ഭാരതത്തിന്റെ 8 പുസ്തകത്തെ ഉണ്ട് അവിടെ വായിക്കുന്നുണ്ട്. ഏട്ടൻ വായിക്കുന്നുണ്ട് പുസ്തകം. കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ വിവർത്തനല്ലേ? അത് ആരുടെയാന്ന് അത്ര ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ ഉണ്ട് പിന്നെ പുസ്തകം തന്നെയാന്ന് തോന്നുന്നു. അത് 8 വോളിയായിട്ട് പണ്ട് ഇറക്കിയിട്ടുണ്ട്. കാരണം 8 വോളിയുണ്ട് അവിടെ ഉണ്ട്. കിട്ടാനുണ്ടോ? അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. വല്ല പറഞ്ഞാലേ അടിക്കുള്ളൂ തോന്നുന്നുണ്ട്. അത് എന്റെ കയ്യിലുള്ള പുസ്തകം ഏതാന്നുള്ളത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടാം വേണമെങ്കിലേ. കേട്ടോ, ശങ്കരായനം ഗ്രൂപ്പിലിടാം. ഞാൻ പറയുന്നത് പ്രകാശത്തിന്റെ പുസ്തകം നല്ലതാണ്. ജ്ഞാനാനന്ദ സരസ്വതിയുടെ ആനന്ദ കുടീരം അത് നല്ലതാണ്. അതേപോലെ കാരണം അങ്ങനെ ഒരു ധർമ്മത്തെ അറിയാനുള്ള താല്പര്യത്തോടു കൂടിയാണെങ്കിൽ, ഈ വരിയോട് കമ്പോട് കമ്പാണ് വായിക്കുകയാണെങ്കിൽ വിദ്വാൻ പ്രകാശത്തിന്റെ. അല്ല, എനിക്ക് ഒരു ശാന്തി പർവം, വിതുരനീതി, ഇതൊന്നും അങ്ങനെ മറ്റേ എഴുത്തച്ഛന്റെ അത് ഈ ജ്ഞാനാനന്ദ സരസ്വതിയുടെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇപ്പൊ സനൽ സുജാതിയൊക്കെ ഓരോ ശ്ലോകം വെച്ച് പറയുന്നുണ്ട്. അതൊക്കെ നല്ല രസമാണ്. അതെ, അതൊക്കെ കുറച്ചിങ്ങനെ ഒരു വേദാന്തമുള്ള ഭാഗങ്ങളാണല്ലോ. കഥ അതിനൊക്കെ ഇത് പറ്റുമെന്ന് പറയാ.
ജ്ഞാനാനന്ദ സരസ്വതിയുടെ, ദൃഢാനന്ദ സ്വാമികളുടെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ കിട്ടും അല്ലേ? കുഞ്ഞുകുട്ടൻ ഉണ്ട് തമ്പുരായുടെ ഉണ്ട് ബുക്ക് അല്ലേ? നല്ല രസമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഉപ്പ് രുചി ഉണ്ടോന്ന് അറിയാൻ. ഭാഗവതം മുഴുവൻ പഠിച്ച് ഇങ്ങനെ വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാൻ നല്ല രസമായി ക്ലാസ്. ഞാൻ അത് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് ഞാൻ അത് കേൾക്കാനിരിക്കാൻ കാരണം, രാപ്പാള് വെച്ച് അങ്ങ് 2 കൊല്ലം മുമ്പേ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട് കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന്. ഓർമ്മ ഉണ്ടോ? അന്ന് ഞാൻ വന്നിരുന്നു. വിനോദിനി ആ എടുക്കണേ. ഞാൻ കൂടപ്പുഴ വിനോദിനി ആ അന്ന് നമ്മൾ സംസാരിക്കുകയും ആ ചെയ്തു. ആ. നല്ല അപ്പൊ രസമായി. അമ്മയുണ്ടായിരുന്നല്ലോ എൻ്റെ ഒപ്പം. അന്ന് കണ്ടിരുന്നു. നല്ല രസമായി. എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല വ്യാസനെ പറ്റി വളരെയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞു. സന്തോഷം കേട്ടതില്. അനുഗ്രഹിക്കോ അപ്പളെ. ഞാൻ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. താങ്കളുടെ ഇത് കേട്ടിട്ട് ഞാൻ ഓർമ്മിച്ച് സമയം നോക്കി വെച്ച് 1 മണിക്കൂർ കേട്ടിരുന്നു. നല്ല വിജ്ഞാനപ്രദമായിരുന്നു. ഒന്നും പറയാനില്ല. വളരെ സന്തോഷം. വളരെ നന്ദി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും എന്നാ നമസ്കാരം. ശരി. രാധാമണി ഉണ്ടോ? രത്നാമണി? മൈൻഡപ്പ് ചെയ്യാല്ലേ? ആ, 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. രാധാസേട്ടാ, നിങ്ങൾക്ക് നല്ലൊരു ഇത് പങ്കുവെച്ചതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ഔദ്യോഗികമായി നന്ദി പറയാൻ വേണ്ടിയിട്ട് വൈജ്ഞാനിക മേഖല സംസ്ഥാന കോർഡിനേറ്റർ ഇന്ദിരാദേവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ദിര അടുത്ത് പോയാ?